നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും 24 വാർത്താ പ്രഭാതത്തിലേക്ക് സ്വാഗതം. ഇന്ന് മാർച്ച് 11 ബുധനാഴ്ച കുംഭം 27. ഏറെ വാർത്തകൾ പ്രതീക്ഷിക്കുന്ന ഒരു ദിനമാണ്. പശ്ചിമേഷ്യൻ സംഘർഷവുമായി ബന്ധപ്പെട്ട് മധ്യേഷ്യൻ സംഘർഷവുമായി ബന്ധപ്പെട്ട് ഒരുപാട് അപ്ഡേറ്റ്സ് വരുന്നുണ്ട്. അതോടൊപ്പം നമ്മുടെ നാട്ടിലും ഈ ഇന്ധനവില, പാചകവാതക വിലയിലടക്കം ഉണ്ടാകുന്ന വർധന, പാചകവാതകത്തിൻ്റെ ലഭ്യതക്കുറവ്, ഇതൊക്കെ പ്രതിസന്ധിയാവുന്നുണ്ട്. ഈ വാർത്തകൾക്കിടയിൽ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലേക്കും എത്തുകയാണ്. ന്യൂസ് ബ്രേക്സ് വിശദമായ വാർത്തകളിലേക്ക് കടക്കുകയാണ്. ഞാൻ പ്രവിത ലക്ഷ്മി. ഞാൻ ഗോകുൽ രവി. ഗൾഫ് രാഷ്ട്രങ്ങളിലേക്ക് ആക്രമണം തുടർന്ന് ഇറാൻ. യുഎഇയിലും ഖത്തറിലും ബഹ്റൈനിലും രാത്രി ആക്രമണമുണ്ടായി. സൗദിയിൽ ഷൈബ എണ്ണപ്പാടം ലക്ഷ്യമിട്ട മിസൈൽ, ഡ്രോൺ ആക്രമണ ശ്രമങ്ങൾ പ്രതിരോധ സേന തകർത്തു. ഹോർമൂസ് കടലിടുക്കിന് സമീപം മൈനുകൾ സ്ഥാപിക്കാൻ എത്തിയ ഇറാന്റെ 16 യുദ്ധക്കപ്പലുകളെ അമേരിക്കൻ സൈന്യം തകർത്തതായി US സെൻട്രൽ കമാൻഡ് പറയുന്നു. കടലിടുക്കിൽ മൈനുകൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ അവ ഉടനടി നീക്കം ചെയ്യണമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പ്. അയൽ രാജ്യങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ ഇറാൻ ഉടൻ അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെടുന്ന പ്രമേയത്തിന്മേൽ UN രക്ഷാസമിതിയിൽ ഇന്ന് വോട്ടെടുപ്പ് നടക്കും. വിവരങ്ങളുമായി വിവിധയിടങ്ങളിൽ നിന്ന് 24ന്റെ പ്രതിനിധികൾ ചേരുകയാണ്. ജലീൽ കണ്ണമംഗലം ജിദ്ദയിൽ നിന്നും, മുഹമ്മദ് റഹീസ് ദുബായിൽ നിന്നും, മധു കൊട്ടാരക്കര ന്യൂജേഴ്സിയിൽ നിന്നും ചേരുകയാണ്. ആദ്യം ജലീൽ കണ്ണമംഗലത്തിലേക്ക് പോവുകയാണ്. ജലീൽ, ഗുഡ് മോർണിംഗ്. സൗദിയെ സംബന്ധിച്ച് ആക്രമണം ഇറാൻ തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത്. ഇപ്പോൾ ഷൈബ എണ്ണപ്പാടത്തിലെ ആക്രമിക്കാനുള്ള ഒരു ശ്രമം അത് തകർത്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. എന്താണ് നിലവിലെ അവസ്ഥ? പ്രവിത, ഗോകുൽ, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ഈ രാത്രിയിലും സൗദിക്ക് നേരെ നിരന്തരം ആക്രമണം ഉണ്ടായിരിക്കുകയാണ്. കഴിഞ്ഞ രാത്രിയിൽ മാത്രം 16 തവണയാണ് മിസൈൽ, ഡ്രോൺ ആക്രമണങ്ങൾ സൗദിക്ക് നേരെ ഉണ്ടായത്. സൗദി പ്രതിരോധ സേന എല്ലാം തകർത്തു എന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. ഷൈബ എണ്ണപ്പാടത്തിന് നേരെ മാത്രം 2 തവണ ഡ്രോൺ ആക്രമണ ശ്രമം ഉണ്ടായി. നമുക്കറിയാം, സൗദിയിലെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മരുഭൂമിയായ റുബൽ ഖാലി മരുഭൂമിയിലാണ് ഈ ഷൈബ എണ്ണപ്പാടം സ്ഥിതി ചെയ്യുന്നത്. സൗദിയുടെ പ്രധാന എണ്ണ സംഭരണിയാണ് ഇവിടെ ഉള്ളത്. ഇതിനു പുറമെ അൽ ഖർജ് പ്രിൻസ് സുൽത്താൻ എയർബേസിന് നേരെയും 6 തവണ മിസൈൽ ആക്രമണം ഉണ്ടായി. അമേരിക്കൻ സൈനിക താവളം സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ്. അതുകൊണ്ട് തന്നെ നിരന്തരം പല തവണയാണ് ഈ പ്രിൻസ് സുൽത്താൻ എയർബേസിന് നേരെ ആക്രമണം ഉണ്ടാകുന്നത്. കിഴക്കൻ പ്രവിശ്യക്ക് നേരെയും കഴിഞ്ഞ രാത്രി 1 തവണ മിസൈൽ ആക്രമണം ഉണ്ടായി, അതും തകർത്തു. ഇതിനു പുറമെ ഏറ്റവും പുതുതായി അൽ ഖർജ് പ്രവിശ്യക്ക് നേരെ 5 തവണ ഡ്രോൺ ആക്രമണ ശ്രമം ഉണ്ടായി. ഖർജ് പ്രവിശ്യയുടെ കിഴക്കൻ ഭാഗത്ത് ആണ് ഈ ആക്രമണ ശ്രമം ഉണ്ടായിരിക്കുന്നത്, അതും പ്രതിരോധ സേന തകർത്തു. ഇതിന് പിന്നാലെയാണ് ഹഫ്രുൽ ബാത്തിന് നേരെ 2 തവണ ഡ്രോൺ ആക്രമണ ശ്രമം ഉണ്ടായി. ഹഫ്രുൽ ബാത്തിന് നേരെ ഈ ആക്രമണം ഉണ്ടാകുന്നത് ആദ്യമായാണ്. ഒരു ജനവാസ മേഖലയെ ലക്ഷ്യമാക്കിയാണ് ആക്രമണം ഉണ്ടായത്. സൗദിയുടെ കിഴക്കൻ പ്രവിശ്യയിലാണ് ഹഫ്രുൽ ബാത്തിൻ സ്ഥിതി ചെയ്യുന്നത്. എന്നാൽ നാശനഷ്ടങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. സൗദിയുടെ സാമ്പത്തിക ഊർജ്ജ കേന്ദ്രങ്ങളെയും സൈനിക താവളങ്ങളെയും ഒരുപോലെ ലക്ഷ്യമിട്ടാണ് ഇപ്പോൾ ഈ ആക്രമണ ശ്രമങ്ങളെല്ലാം ഉണ്ടാകുന്നത്. ഇന്നലെ അൽ സുൽഫിക്ക് നേരെയും ആക്രമണം ഉണ്ടായത്, അതും ആദ്യമായാണ്. ഈ യുദ്ധം തുടങ്ങിയ ശേഷം ആദ്യമായാണ് സുൽഫിക്ക് നേരെയും ആക്രമണം ഉണ്ടാകുന്നത്. ഒരു ഡ്രോൺ ഇന്നലെ സൗദി പ്രതിരോധ സേന തകർത്തു, അതും ജനവാസ മേഖലയിലാണ് ഡ്രോൺ പതിച്ചത്. ചെറിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ആർക്കും പരിക്കില്ല. ഏതായാലും മധ്യമേഖലയിലും കിഴക്കൻ പ്രവിശ്യയിലുമാണ് ഏറ്റവും കൂടുതൽ സൗദിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ആക്രമണം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കൂടുതൽ ആക്രമണങ്ങളും ഷൈബ എണ്ണപ്പാടത്തിന് നേരെയാണ് എന്നതാണ് നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. 47 തവണയാണ് ഇതുവരെ ഷൈബ എണ്ണപ്പാടത്തിന് നേരെ മാത്രം ആക്രമണം ഉണ്ടായിരിക്കുന്നത്. അതിന് പുറമെ അൽ ഖർജ് പ്രിൻസ് സുൽത്താൻ എയർബേസിന് നേരെ ഇതുവരെ 21 തവണ ഡ്രോൺ മിസൈൽ ആക്രമണ ശ്രമങ്ങൾ ഉണ്ടായി. മറ്റൊരു പ്രധാന ടാർഗറ്റ് റിയാദാണ്. 34 തവണയാണ് റിയാദിന്റെ വിവിധ ഭാഗങ്ങളിൽ ഡ്രോൺ ആക്രമണ ശ്രമങ്ങൾ ഉണ്ടായത്. സൗദിയെ സാമ്പത്തികമായി തകർക്കുക എന്നതുകൂടി ഈ ആക്രമണങ്ങളുടെ ലക്ഷ്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഷൈബ എണ്ണപ്പാടത്തിന് നേരെയും അതോടൊപ്പം തന്നെ അറാംകോ എണ്ണ ശുദ്ധീകരണശാലയ്ക്ക് നേരെയൊക്കെ ഉള്ള ആക്രമണങ്ങൾ ഇതാണ് തെളിയിക്കുന്നത്. സൗദിയുടെ എണ്ണ സംഭരണികളും ജനവാസ കേന്ദ്രങ്ങളും ഒക്കെ ആക്രമിക്കപ്പെടുന്നത് വളരെ ഗൗരവത്തോടെയാണ് സൗദി കാണുന്നത്. എന്നാൽ ജനജീവിതം സൗദിയെ സംബന്ധിച്ചിടത്തോളം സാധാരണ നിലയിൽ
നിലയിലാണ്. പക്ഷേ വ്യാപാര മേഖലയെയും ബിസിനസിനെയും ഒക്കെ ഈ യുദ്ധം ബാധിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നതാണ് മറ്റൊരു കാര്യം. സ്വാഭാവികമായും അത് പ്രവാസി തൊഴിലാളികളെയും കാര്യമായി ബാധിക്കും. റമദാൻ അവസാനിക്കാറായി, നമുക്ക് അറിയാം, പെരുന്നാൾ അടുത്തു. പക്ഷേ പല ഭാഗത്തും വിപണി പഴയ പോലെ സജീവമല്ല. ടൂറിസം മേഖലയെയും വ്യാപാരികളെയും ഉംറ സർവീസ് മേഖലയെയൊക്കെ ഇത് കാര്യമായി ഇപ്പോൾ ബാധിച്ചു കൊണ്ടിരിക്കുകയാണ്. സൗദിയിൽ ഇതുവരെ റിപ്പോർട്ട് ചെയ്തത് 3 മരണമാണ്. അതിൽ 2 പേർ ബംഗ്ലാദേശ് പൗരന്മാരാണ്. ഒരു അമേരിക്കൻ സൈനികരും കൊല്ലപ്പെട്ടു. 12 പേർക്ക് പരിക്കുണ്ട്. അതിൽ ഒരു ഇന്ത്യക്കാരനാണ്. ഗോകുൽ. ശരി, ജലീൽ കണ്ണമംഗലമാണ് ജിദ്ദയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. സൗദിക്ക് നേരെ ഇന്നലെയും ആക്രമണം തുടരുകയാണ്. ഇപ്പോഴും ആ നില തന്നെയാണ് പോകുന്നത്. ഇനി നമ്മൾ മധു കൊട്ടാരക്കരയിലേക്ക് ന്യൂജേഴ്സിയിൽ നിന്ന് അമേരിക്കയിൽ നിന്ന് ചേരുകയാണ്. മധു കൊട്ടാരക്കര, മധു, ട്രംപിന്റെ മുന്നറിയിപ്പ് വരുന്നു. ഹോർമൂസ് കടലെടുക്ക്, എണ്ണ വ്യാപാരം, എണ്ണവില വർദ്ധിക്കുന്നു. അത് ലോകത്താകമാനം പല രാജ്യങ്ങൾക്കും, ഇന്ത്യയടക്കം, ഈ എണ്ണവില വർധനയുടെ ആശങ്കയാണ്. പാചകവാതകത്തിന്റെ ലഭ്യത കുറയുന്നു. അമേരിക്കയുടെ അന്ത്യശാസനം ഹോർമൂസ് കടലിടുക്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് എന്ന നിലയിലേക്ക് പോകുന്നു. ആ എണ്ണ ചാനൽ ക്ലിയർ ആക്കുക എന്നതാണോ ഇനിയുള്ള അമേരിക്കയുടെ ലക്ഷ്യം? ഗുഡ് മോർണിംഗ് ഗോകുൽ, പ്രവിത. തീർച്ചയായിട്ടും ഹോർമൂസ് കടലിടുക്ക് ഒരു യുദ്ധ സ്ട്രാറ്റജിയായിട്ട് ഇറാൻ കൊണ്ടുവരുമെന്ന് അമേരിക്ക നേരത്തെ തന്നെ കണക്കൂട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഹോർമൂസ് കടലിടുക്കിന് സമീപം നിലയുറപ്പിച്ചിരുന്ന ഈ ഇറാനിയൻ കപ്പലുകൾക്ക് നേരെ US സേന ആക്രമണം നടത്തിയിട്ടുണ്ടെന്ന് സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ഇതിൽ 16 മൈൻ ലെയർ കപ്പലുകൾ, അല്ലെങ്കിൽ ഈ ജലബോംബുകൾ സ്ഥാപിക്കുന്ന കപ്പലുകൾ പൂർണ്ണമായും തകർക്കപ്പെട്ടതായിട്ട് US സെൻട്രൽ കമാൻഡാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. സെൻട്രൽ കമാൻഡാണ് ഈ മധ്യ പൂർവേഷ്യയിലെ ഈ സൈനിക നടപടികൾ ഏകോപിപ്പിക്കുന്നത്. ഈ ആക്രമണത്തിന്റെ അൺക്ലാസിഫൈഡ് ദൃശ്യങ്ങൾ ഈ സെൻട്രൽ കോം പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട്. കപ്പൽ ഗതാഗതം തടസ്സപ്പെടുത്തുവാൻ ഇറാൻ ശ്രമിച്ചാൽ ഇതുവരെ കാണാത്ത തരത്തിലുള്ള സൈനിക പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പും വന്നിട്ടുണ്ട്. ജലബോംബുകൾ ഉടൻ നീക്കം ചെയ്യണം, അല്ലാത്ത പക്ഷം ഇറാൻ വലിയ വില നൽകേണ്ടി വരുമെന്നാണ് ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം ലോകത്തെ പ്രമുഖ സാമ്പത്തിക ശക്തികളുടെ കൂട്ടായ്മയായ G7 ഇന്ന് അടിയന്തര യോഗം ചേരും. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോന്റെ അധ്യക്ഷതയിൽ ഒരു വീഡിയോ കോൺഫറൻസ് ആയിരിക്കും നടക്കുക. ഈ ഊർജ്ജ പ്രതിസന്ധിയും അതുപോലെ എണ്ണവില വർധനവുമാണ് ഈ യോഗത്തിന്റെ പ്രധാന ചർച്ചാ വിഷയം. ഇപ്പോൾ നേരത്തെ ഗോകുൽ സൂചിപ്പിച്ചതുപോലെ വിപണിയിൽ എണ്ണവില കുതിച്ചുയരുന്നത് തടയുവാൻ ഈ രാജ്യങ്ങളുടെ പക്കലുള്ള എണ്ണശേഖരം, ഇവർക്കെല്ലാം ഈ സ്ട്രാറ്റജിക് ഓയിൽ റിസർവ്സ് ഉണ്ട്, അത് പുറത്തെടുക്കുന്നതിനെ കുറിച്ചാണ് ഇന്നലെ നടന്ന ഒരു ഊർജ്ജ മന്ത്രിമാരുടെ, ഈ G7 രാജ്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള മന്ത്രിമാരുടെ യോഗത്തിൽ ചർച്ച നടന്നിരുന്നു. ഏകദേശം 40 കോടി ബാരൽ എണ്ണ വിപണിയിൽ എത്തിക്കുവാനാണ് ഈ പ്രതിസന്ധി മറികടക്കുവാനായിട്ട് G7 രാജ്യങ്ങൾ ആലോചിക്കുന്നത്. അതേസമയം GCC രാജ്യങ്ങളുടെ പിന്തുണയോടെ ബഹ്റിൻ ഇന്നൊരു പ്രമേയം ന്യൂയോർക്കിൽ ഐക്യരാഷ്ട്രസഭയിൽ അവതരിപ്പിച്ചിരുന്നു. അയൽ രാജ്യങ്ങൾക്കെതിരെയുള്ള ആക്രമണം ഇറാൻ നിർത്തണമെന്നാണ് ഈ പ്രമേയത്തിൽ ആവശ്യപ്പെട്ടത്. അവിടുത്തെ സമാധാനത്തിനും അതുപോലെ ആഗോള സമ്പദ് വ്യവസ്ഥയ്ക്കും ഇറാന്റെ ഈ സൈനിക നീക്കങ്ങൾ ഭീഷണിയാണെന്നാണ് ഈ പ്രമേയത്തിൽ പറയുന്നത്. പക്ഷേ ഇറാൻ ശക്തമായിട്ട് കൗൺസിലിലും പ്രതികരിച്ചിട്ടുണ്ട്. പിന്നീട് ന്യൂയോർക്കിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ ഇറാന്റെ UN അംബാസഡർ അമീർ സയ്യിദ് ഇഴവാനി തൻ്റെ പ്രതിഷേധം അറിയിക്കുകയുണ്ടായി. അദ്ദേഹം പറയുന്നത് UN ചാർട്ടർ പ്രകാരം അന്താരാഷ്ട്ര സമാധാനം ഉറപ്പാക്കേണ്ടതാണ് ഈ സുരക്ഷാ സമിതി. എന്നാൽ ഇറാനിലെ ജനവാസ മേഖലകളിൽ അതിക്രമങ്ങൾ നടക്കുന്നത് കണ്ടില്ലെന്ന് ഈ സുരക്ഷാ കൗൺസിൽ നടിക്കുകയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇന്നിപ്പോൾ ഇത് ഇറാന്റെ കാര്യത്തിലാണെങ്കിൽ നാളെ മറ്റേതൊരു പരമാധികാര രാജ്യത്തിനും ഈ ഒരു ഗതി വരാമെന്നൊരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനം തടയുവാൻ ഈ സമിതി പരാജയപ്പെട്ടാൽ അത് ആഗോളതലത്തിൽ വലിയ പ്രത്യാഘാതങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ അദ്ദേഹം ഭീഷണി മുഴക്കിയിട്ടുണ്ട്. അതേസമയം ഇറാന് പിന്തുണയുമായിട്ട് നോർത്ത് കൊറിയ വരികയാണ്. ഇറാന്റെ പുതിയ നേതാവ് മൊജ്തബ ഖമേനിയെ തെരഞ്ഞെടുപ്പിനെ ഉത്തര കൊറിയ സ്വാഗതം ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇറാന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ അമേരിക്കയും ഇസ്രയേലും അനാവശ്യമായി ഇടപെടുകയാണെന്നും ഉത്തര കൊറിയ ആരോപിക്കുന്നു. ഇറാന് നേരെയുള്ള സൈനിക നീക്കങ്ങളൊക്കെ നിയമവിരുദ്ധമാണെന്നും അവരുടെ വിദേശകാര്യ മന്ത്രി ആണ് പ്രസ്താവിച്ചത്. ഗോകുൽ, പ്രവിത. മധു, ഒരു കാര്യം കൂടി, ഇന്നലെ ട്രംപ് ഫോക്സ് ന്യൂസിനോട് പറഞ്ഞത് ഇറാൻ ചർച്ച ആഗ്രഹിക്കുന്നുണ്ട്, ഉപാധികൾ വ്യവസ്ഥകൾ അംഗീകരിക്കുകയാണെങ്കിൽ ഒരു ചർച്ചയിലേക്ക് പോകാമെന്ന് ഇന്നലെ ഒരു പ്രതീക്ഷ നൽകുന്ന ഒരു ചെറിയ പ്രതികരണം ഉണ്ടായിരുന്നു. അതിന് മുന്നോട്ട് എന്തെങ്കിലും നീക്കം അല്ലെങ്കിൽ ഒരു പ്രതികരണം, തുടർ പ്രതികരണം അമേരിക്കൻ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ടോ?
ഗോകുൽ, നമുക്ക് ഈ മാധ്യമ റിസോഴ്സുകളും അല്ലാതെയും ലഭിക്കുന്ന വിവരങ്ങൾക്ക് അപ്പുറമായിട്ട് ഈ നേതാക്കന്മാർ, ഇറാനായാലും ഡൊണാൾഡ് ട്രംപ് ആയാലും പീറ്റ് ഹെഗ്സത്ത് ഡിഫൻസ് സെക്രട്ടറി ഒക്കെ പറയുന്നതിനും അപ്പുറമായിട്ട് ഒരു ചാനലിൽ കൂടെ ഈ യുദ്ധം അവസാനിപ്പിക്കാനുള്ള നീക്കം വളരെ ശക്തമായിട്ടുണ്ട്. പ്രത്യേകിച്ച് ചാരസംഘടനകൾ തമ്മിൽ തന്നെ ചർച്ചകൾ നടത്തുന്നതുകൊണ്ട് CIAയുമായി മറ്റ് ഒരു ചാരസംഘടന ഇറാന് വേണ്ടി സംസാരിച്ചതായിട്ടുള്ള വാർത്തകൾ റോയിട്ടേഴ്സും ഒക്കെ ഇന്റലിജൻസ് ബ്രേക്ക് ചെയ്യിപ്പിച്ചുകൊണ്ടുള്ള വാർത്തകൾ വന്നിട്ടുണ്ട്. ഒമാൻ ശക്തമായിട്ട് ഇടപെടുന്നുണ്ട്. അതുകൊണ്ട് ആ രീതിയിൽ നമുക്ക് ഒരു പ്രതീക്ഷ മുന്നോട്ട് വയ്ക്കാം. പക്ഷേ ഞാൻ നേരത്തെ റിപ്പോർട്ട് ചെയ്തതുപോലെ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ കുറച്ച് ഹാർഡ് ലൈനേഴ്സ് ആണ്. ഈ ഹോർമൂസ് കടലിടുക്കിൽ ഇന്ന് വരുന്ന വാർത്തകൾ കാണുമ്പോൾ വളരെ ശക്തമായിട്ട് തന്നെ അതിൽ ഇടപെടും. അതുമാത്രമല്ല, കരീബിയൻ കടലിടുക്കിൽ നടത്തിയ ഈ ഒരു ആക്രമണമുണ്ട്, കപ്പലുകൾ ബോംബിട്ട് നശിപ്പിക്കുന്നത് ഈ ലഹരി വിരുദ്ധ ആൾക്കാർക്കെതിരെ. അപ്പോൾ അത്തരമൊരു നീക്കം ഒരുപക്ഷെ ഇവിടെയും പ്രതീക്ഷിക്കാം. ഗോകുൽ. ശരി, മധു കൊട്ടാരക്കരയാണ് US നിന്നുള്ള റിപ്പോർട്ടുകൾ, അമേരിക്കൻ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നുള്ള നീക്കങ്ങളൊക്കെ പറഞ്ഞത്. പക്ഷെ ഒന്നും ആശാവഹമല്ല. ഇനി നമുക്ക് പോകേണ്ടത് മുഹമ്മദ് റഹീസിലേക്കാണ്. അതെ, ദുബായിൽ നിന്നാണ് മുഹമ്മദ് റഹീസ് ചേരുന്നത്. റഹീസ്, ഗുഡ് മോർണിംഗ്. UAEയിൽ 6 പൗരന്മാർക്ക് ജീവൻ നഷ്ടമാകുന്ന ഒരു സാഹചര്യമുണ്ട്. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്കാണ് ഈ ജീവൻ നഷ്ടമായത്. UAEയിലെ ആക്രമണം ഏത് തരത്തിലാണ്? മാത്രമല്ല, ഇത് പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങൾ എങ്ങനെയാണ്? ആശങ്കപ്പെടുത്തുന്ന മറ്റൊരു വാർത്ത വരുന്നത് ഈ ഫ്ലൈറ്റുകളുടെ, അതായത് വിമാന ചാർജ് വർദ്ധിക്കുന്നു എന്നുള്ളതാണ്. ഇതൊക്കെ ആശങ്കപ്പെടുത്തുന്ന ഒന്നാണ്. എങ്ങനെയാണ് വിവരങ്ങൾ? പ്രവിധ, ഈ പ്രതിരോധ സംവിധാനവുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിലായി UAE പറഞ്ഞിരിക്കുന്നത് തങ്ങൾ 92% ആക്രമണങ്ങൾ, തങ്ങൾക്ക് നേരെയുള്ള 92% ആക്രമണങ്ങൾ തടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിൽ നിന്നും ഈ പ്രതിരോധ സംവിധാനങ്ങളൊക്കെ കൃത്യമായി ഫലം കാണുന്നു എന്ന് പറയേണ്ടി വരും. കാരണം 11 ദിവസമായി തുടർച്ചയായ ആക്രമണമുണ്ട്. ഈ 11 ദിവസവും ആക്രമണം തടുക്കുന്നുണ്ട്, ചെറുക്കുന്നുണ്ട്. അതിന്റെ കൃത്യമായ ഓരോ ദിവസത്തെയും കണക്ക് പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ഈ ജനവാസ മേഖലയിലൊന്നും കാര്യമായിട്ട് അങ്ങനെ ആക്രമണം എത്താൻ അല്ലെങ്കിൽ ബാധിക്കാനുള്ള ഒരു കാര്യം ഉണ്ടായിട്ടില്ല, അത്തരത്തിലൊരു രീതി ഉണ്ടായിട്ടില്ല. അത് പ്രധാനമായിട്ടും ഈ പ്രതിരോധ വകുപ്പിന്റെയും ഒപ്പം തന്നെ പ്രതിരോധ സേനയൊക്കെ നടത്തുന്ന കൃത്യമായിട്ടുള്ള ഇടപെടൽ മൂലമാണ്. അത് അലേർട്ട് നൽകുന്നതിലൂടെയും ഒപ്പം തന്നെ ഇത്തരത്തിൽ ഈ ഓരോ ഡ്രോണുകളും മിസൈലുകളും ഒക്കെ ഡിസ്യൂസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടും വളരെ കൃത്യമായിട്ടുള്ള ഇടപെടൽ എന്തായാലും UAEയുടെ പ്രതിരോധ സേന നടത്തുന്നുണ്ട്. അപ്പോൾ ഇന്നലെയും ആക്രമണം തുടർന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇന്നലെ രാത്രി UAEയിൽ ചില ഇടങ്ങളിൽ 2 തവണ അലേർട്ട് ലഭിച്ചു, ചില ഇടങ്ങളിൽ 1 തവണ അലേർട്ട് ലഭിച്ചു. ആ സമയത്ത് കൃത്യമായിട്ടുള്ള ആക്രമണം നടന്നിട്ടുണ്ട്. അത് ഔദ്യോഗികമായി തന്നെ പ്രതിരോധ മന്ത്രാലയം സ്ഥിരീകരിക്കുന്നു. അതിനപ്പുറത്തേക്ക് അത് കൃത്യമായി ടാക്കിൾ ചെയ്യാൻ കഴിഞ്ഞു എന്നും പറയുന്നു. ഏതാണ്ട് 1 മണിക്കൂറോളം നീണ്ടുനിന്ന ആക്രമണം എന്ന് നമുക്ക് വേണമെങ്കിൽ മനസ്സിലാക്കാം. കാരണം നമുക്കൊക്കെ അലേർട്ട് ലഭിച്ച് ഏതാണ്ട് 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് പിന്നീട് കാര്യങ്ങൾ ഇപ്പോൾ നോർമൽ ആയിട്ടുണ്ട് എന്നുള്ള തരത്തിൽ വീണ്ടും അലേർട്ട് ലഭിക്കുന്നത്. അപ്പോൾ അങ്ങനെ 1 മണിക്കൂറോളം നീണ്ടുനിന്ന ആക്രമണം UAEയിൽ ഉണ്ടായി എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒപ്പം തന്നെ ഖത്തറിലും ബഹ്റൈനിലും ഒക്കെ രാത്രി ആക്രമണം ഉണ്ടായിട്ടുണ്ട്. ബഹ്റൈനിലാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സാരമായിട്ടുള്ള ആക്രമണം ഉണ്ടായത്. അത്തരത്തിലുള്ള വിവരങ്ങൾ നിലവിൽ എന്തായാലും ലഭ്യമായിട്ടില്ല. പക്ഷേ ബഹ്റൈനിൽ ഇന്നലെ 1 തവണയാണ് സൈറൻ മുഴങ്ങിയത് എന്നാണ് ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണം ഉണ്ടായിരിക്കുന്നത്. ആ സമയത്ത് ആക്രമണം ഉണ്ടായി, അതിനെ കൃത്യമായി പ്രതിരോധിച്ചു എന്നുള്ള വിവരം പുറത്തു വരുന്നുണ്ട്. അതേ തോതിൽ തന്നെ ഖത്തറിലും ഇന്നലെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. അതും ചെറുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നു. കുവൈറ്റിൽ ഇന്നലെ 5 ഡ്രോണുകൾ തകർത്തു എന്ന ആകെ വിവരം വരുമ്പോൾ സത്യത്തിൽ കുവൈറ്റിൽ അത് ആശ്വസിക്കാൻ കഴിയുന്ന വിവരമാണെന്നാണ് മനസ്സിലാക്കേണ്ടത്. കാരണം ഇന്ന് പുലർച്ചെയൊന്നും കുവൈറ്റിൽ കാര്യമായിട്ടുള്ള ആക്രമണം ഉണ്ടായതായിട്ടുള്ള വിവരം വന്നിട്ടില്ല. അപ്പോൾ ആ നിലയ്ക്ക് കുവൈറ്റിൽ ആക്രമണം താരതമ്യേന കുറഞ്ഞു എന്നുള്ള നിലയിൽ ഈ കാര്യത്തിനെ നമുക്ക് വീക്ഷിക്കാൻ കഴിയും. അങ്ങനെയാണ് അതിൽ നിന്നും അതിനെ മനസ്സിലാക്കേണ്ടതും. അപ്പോൾ സ്വാഭാവികമായിട്ടും നാശനഷ്ടങ്ങളോ അല്ലെങ്കിൽ ആളപായങ്ങളോ ഒന്നും ഇന്നലെ രാത്രി ഇന്ന് പുലരുന്നതുവരെ ഇതുവരെ റിപ്പോർട്ട് ഉണ്ടായിട്ടില്ല. അത് ആശ്വാസകരമായിട്ടുള്ള ഒന്നാണ്. ഒപ്പം തന്നെ ആക്രമണങ്ങളുടെ തോത് ഇന്നലത്തെ അപേക്ഷിച്ച് കുറഞ്ഞു എന്ന് പറയുകയും ചെയ്യാം. അപ്പോൾ ആ നിലയ്ക്ക് ആക്രമണം ഒരു തരത്തിൽ കുറയുന്നു എന്ന് പറയാം. രണ്ടാമതായി ഈ അന്താരാഷ്ട്ര ഇടപെടൽ UAEയും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇറാൻ ആക്രമണങ്ങളിൽ അന്താരാഷ്ട്ര ഇടപെടലുകൾ ഉണ്ടാകണമെന്ന് UAEയുടെ UN സ്ഥിര പ്രതിനിധിയും പറഞ്ഞിട്ടുണ്ട്. UN അടക്കമുള്ള അന്താരാഷ്ട്ര സംഘടനകൾ ക്രിയാത്മകമായി ഇടപെടണം എന്ന് ആണ്. മേഖലയിലെ അശാന്തി പരിഹരിക്കണം, ഒപ്പം തന്നെ സ്ഥിരതയ്ക്കായി കൂട്ടായ പ്രവർത്തനം ആവശ്യമുണ്ട് എന്നുള്ളത് UAE ആദ്യം മുതൽ പറയുന്നതാണ്. അത് UAE വീണ്ടും ആവർത്തിക്കുകയാണ്. എന്തായാലും ഈ ഫ്ലൈറ്റിന്റെ നിരക്കുമായി ബന്ധപ്പെട്ട് വലിയ ആശങ്ക നിലവിലുണ്ട്. കാരണം ഈ പെരുന്നാളൊക്കെ ആയിട്ട് പ്രവാസി
പ്രവാസികൾ കൂട്ടത്തോടെ നാട്ടിലേക്ക് പോകാനിരിക്കുന്ന ഒരു സമയമാണ്. ഇന്ത്യയിൽ നിന്ന് അടക്കമുള്ളവർ പോകേണ്ട ഒരു സമയമാണ്. ഒന്നാമതായി ഫ്ലൈറ്റുകളൊക്കെയും റീഷെഡ്യൂൾ ചെയ്യുകയും പലതും ക്യാൻസൽ ആയതുമായി ബന്ധപ്പെട്ടുള്ള ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട്. അതിനിടയിലൂടെയാണ് ഇപ്പോൾ ഈ ഒരു പ്രൈസ് കൂടും അല്ലെങ്കിൽ ടിക്കറ്റിന്റെ ചാർജ് കൂടും എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നത്. അത് വലിയൊരു ഇരുട്ടടി തന്നെയാണ്. സ്വാഭാവികമായിട്ടും അതിനെ ചെറുക്കാനുള്ള ഇടപെടലുകൾ ഇന്ത്യയിൽ നിന്ന് അടക്കം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയും പ്രവാസികൾ വച്ചു പുലർത്തുന്നുണ്ട്. പ്രവിധ. ശരി, മുഹമ്മദ് റഹീസാണ് യു എയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. പ്രവിധ, ഈ ആക്രമണങ്ങളെല്ലാം ഈ GCC രാഷ്ട്രങ്ങൾ പ്രതിരോധിക്കുന്നു എന്ന് പറയുമ്പോൾ പോലും നമ്മൾ ആലോചിക്കുക, എപ്പോഴും ഇങ്ങനെ സൈറൺ മുഴങ്ങുന്ന യുദ്ധസമാനമായ സാഹചര്യം അല്ലെങ്കിൽ പൊട്ടിത്തെറികളുടെ ശബ്ദം, അത് എത്ര ദുരിതം പിടിച്ചൊരു ജീവിതമാണ്, ആശങ്കയോടുള്ള ജീവിതമാണ്. അത് അവസാനിക്കട്ടെ, ഏറ്റവും വേഗത്തിൽ ഇടപെടലുകൾ ഉണ്ടാവട്ടെ. മാത്രമല്ല, ലോകത്തിന്റെ ആകെ സാമ്പത്തിക അവസ്ഥയെ തകിടം മറിക്കുന്ന രീതിയിലാണ് ലോകത്തിന്റെ ഏതൊരു അറ്റത്തുണ്ടാകുന്ന ഈ ഒരു ആക്രമണങ്ങളും എന്നുള്ളത് സൂചിപ്പിക്കുന്ന തരത്തിലുള്ള വാർത്തകളാണ് കഴിഞ്ഞ ദിവസമെല്ലാം പുറത്തു വന്നത്. അപ്പോൾ ഊർജ്ജ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ രാജ്യത്ത് വിമാന നിരക്ക് കൂടും. എയർ ഇന്ത്യയും എയർ ഇന്ത്യ എക്സ്പ്രസും ഇന്ധന സർചാർജ് ഈടാക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. നാളെ പുലർച്ചെ മുതൽ ബുക്ക് ചെയ്യുന്ന ആഭ്യന്തര സർവീസുകളിലെ ടിക്കറ്റുകൾക്കൊപ്പം 399 രൂപ അധികമായി ഈടാക്കും. ഗൾഫ് രാജ്യങ്ങളെ ബന്ധിപ്പിക്കുന്ന ഫ്ലൈറ്റുകൾക്ക് $10 അധികമായി ചുമത്തും. ഈ മാസം 18 മുതലാണ് യൂറോപ്പ്, നോർത്ത് അമേരിക്ക, ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങളിലേക്കുള്ള സർവീസുകൾക്ക് സർചാർജ് ഈടാക്കുക. ഹോങ്കോങ്, ജപ്പാൻ, ദക്ഷിണ കൊറിയ എന്നീ രാജ്യങ്ങളിലേക്കുള്ള സർചാർജ് പിന്നീട് പ്രഖ്യാപിക്കും. ഏവിയേഷൻ ഇന്ധനത്തിന്റെ വില കുതിച്ചുയർന്നതാണ് ഇത്തരമൊരു തീരുമാനമെടുക്കാൻ കാരണമായതെന്ന് എയർ ഇന്ത്യ അറിയിച്ചു. സർചാർജ് ഈടാക്കാതിരുന്നാൽ ഫ്ലൈറ്റുകൾ റദ്ദാക്കേണ്ടി വരുമെന്നും കമ്പനി വ്യക്തമാക്കി. എയർ ഇന്ത്യയുടെ ചുവട് പിടിച്ച മറ്റ് കമ്പനികളും വൈകാതെ ഇന്ധന സർചാർജ് പ്രഖ്യാപിച്ചേക്കും. നമ്മൾ ഈ മധ്യപൂർവേഷ്യൻ സംഘർഷവും അതിൻ്റെ പ്രത്യാഘാതങ്ങളും ആണ് ഇത്രയും നേരം സംസാരിച്ചതിന് ശേഷം നമ്മൾ പ്രധാനപ്പെട്ട വാർത്തകൾ, ഇന്ത്യയിലും കേരളത്തിലും മറ്റ് പ്രധാനപ്പെട്ട വാർത്തകൾ എന്താണ് എന്ന് നോക്കാം. സമഗ്ര വാർത്താ ചിത്രവുമായി നമ്മുടെ പ്രതിനിധികൾ വിവിധയിടങ്ങളിൽ നിന്ന് ചേരുകയാണ്. കൊച്ചിയിൽ നിന്ന് വിപിൻ സി വിജയൻ, തിരുവനന്തപുരത്ത് നിന്ന് ജിബിൻ JB, കോഴിക്കോട് നിന്ന് അനീഷ് ദേവസ്യ, ഡൽഹിയിൽ നിന്ന് ബൽറാം നെടുങ്ങാടി പ്രേക്ഷകരുമായി ഇന്നത്തെ വാർത്താ സാധ്യതകൾ പങ്കുവയ്ക്കാനെത്തുന്നു. ആദ്യം നമ്മൾ പോകുന്നത് കൊച്ചിയിലേക്കാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കേരളത്തിലെത്തുകയാണ്. കൊച്ചിയിൽ നടക്കുന്ന NDA പൊതുസമ്മേളനം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. വിപിൻ സി വിജയനാണ് വിവരങ്ങളുമായി ചേരുന്നത് കൊച്ചിയിൽ നിന്ന്. വിപിൻ, ഗുഡ് മോർണിംഗ്. പ്രധാനമന്ത്രി ഇന്ന് കേരളത്തിലെത്തുകയാണ്. അങ്ങനെ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ പ്രധാനമന്ത്രിയുടെ സന്ദർശനം NDA സംബന്ധിച്ച് ഏറെ പ്രധാനപ്പെട്ട ഒന്നാണ്. എങ്ങനെയാണ് പ്രധാനമന്ത്രിയുടെ ഇന്നത്തെ പരിപാടികൾ? ഗുഡ് മോർണിംഗ് ഗോകുൽ, പ്രവിധ. NDA തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഒരു വേളയിൽ NDA പ്രവർത്തകർക്ക് ആവേശമായി ഇന്ന് പ്രധാനമന്ത്രി കൊച്ചിയിലേക്ക് എത്തുകയാണ്. 11:30 നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലാണ് പ്രധാനമന്ത്രി ഇറങ്ങുന്നത്. അതിനുശേഷം അദ്ദേഹം നേവൽ ഹെലിപ്പാഡിലേക്ക് വരും. അവിടെ നിന്നും റോഡ് മാർഗമാണ് ആദ്യ പരിപാടിയിലേക്ക് വരുന്നത്. ധീവരസഭയുടെ സുവർണ ജൂബിലി ആഘോഷം അത് മറൈൻ ഡ്രൈവിലാണ്. അവിടെയാണ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ പരിപാടി. ഈ പരിപാടിക്ക് ശേഷം അദ്ദേഹം കലൂർ സ്റ്റേഡിയത്തിലേക്ക് എത്തും. കലൂർ സ്റ്റേഡിയത്തിന്റെ തൊട്ട് മുന്നിൽ നിന്ന് ഒരു റോഡ് ഷോ തന്നെയുണ്ട്. NDA പ്രവർത്തകർ, ഏകദേശം 10,000-ഓളം പ്രവർത്തകർ അതിൽ അണിനിരക്കും എന്നുള്ളതാണ് ഇപ്പോൾ നേതാക്കൾ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത്. അതിനുശേഷം കേന്ദ്ര പദ്ധതികളുടെ ഉദ്ഘാടനമാണ്. അത് കലൂർ സ്റ്റേഡിയത്തിന് തൊട്ടടുത്താണ്. അവിടെയാണ് ഈ കേന്ദ്ര പദ്ധതികളുടെ ഏകദേശം 10,800 രൂപയുടെ ഊർജ്ജ ഹൈവേ മേഖലകളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള 10,800 രൂപയുടെ പദ്ധതികളുടെ ശിലാസ്ഥാപനം, അതിൻ്റെ ഉദ്ഘാടനം അദ്ദേഹം ഇന്ന് കൊച്ചിയിൽ നിർവഹിക്കും. അതിനുശേഷമാണ് NDAയുടെ പൊതുസമ്മേളനം. ഏകദേശം 2 മണിയോട് കൂടിയാണ് NDAയുടെ പൊതുസമ്മേളനമുള്ളത്. ഈ റോഡ് ഷോയ്ക്ക് ശേഷം ഒരു പ്രധാനമായിട്ടുള്ള ഒരു സംഘടനാ പരിപാടി ഈ പൊതുസമ്മേളനമാണ്. 50,000-ഓളം ആളുകൾ അതിൽ പങ്കെടുക്കും എന്നുള്ളതും അറിയിച്ചിരിക്കുന്നു. വളരെ കർശനമായിട്ടുള്ള സുരക്ഷാ സംവിധാനങ്ങളാണ് പ്രധാനമന്ത്രിയുടെ വരവോടുകൂടി ഇന്ന് കൊച്ചിയിൽ ഇപ്പോൾ വെച്ചിട്ടുള്ളത്. ഏകദേശം 11 മണി മുതൽ 4 മണി വരെ കടുത്ത ഗതാഗത നിയന്ത്രണം ഉണ്ടാവും. അത് പ്രേക്ഷകർ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം പരമാവധി മെട്രോ സർവീസ് ഉപയോഗിക്കുക, അതേപോലെ തന്നെ SLC പരീക്ഷയ്ക്കൊക്കെ പോകുന്ന വിദ്യാർത്ഥികൾ നേരത്തെ തന്നെ സ്കൂളിലേക്ക് എത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക തുടങ്ങിയിട്ടുള്ള നിർദ്ദേശങ്ങൾ ഇതിനോടകം തന്നെ പോലീസ് പറഞ്ഞു കഴിഞ്ഞു. ഒപ്പം ഭാരവാഹനങ്ങൾ ഉൾപ്പെടെയുള്ളവ നഗരത്തിലേക്ക് പ്രവേശിക്കാനും കഴിയുകയില്ല. ഇത്തരം കാര്യങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. റൂട്ടുകൾ മാറ്റിയവയൊക്കെ തന്നെ നമ്മൾ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. അവ കൂടി ശ്രദ്ധിച്ചു വേണം ഇന്ന് കൊച്ചിയിലൂടെ സഞ്ചരിക്കാൻ എന്നുള്ളതും പ്രത്യേകമായി എടുത്തു പറയുന്നുണ്ട്. മറ്റൊന്നുള്ളത്, BJPയെ സംബന്ധിച്ച് അവരുടെ പ്രകടന പത്രിക, NDA മുന്നോട്ട് വയ്ക്കുന്ന പ്രകടന പത്രിക ഇന്ന് പ്രധാനമന്ത്രി പ്രകാശനം ചെയ്യും. കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി 3,000 രൂപ ക്ഷേമ പെൻഷൻ കൂട്ടുമെന്ന് അടക്കമുള്ള വലിയ വാഗ്ദാനങ്ങൾ പറഞ്ഞിരുന്നു. അപ്പോൾ അതിനെ കവച്ചു വയ്ക്കുന്ന എന്തായിരിക്കും BJP ഇന്ന് സസ്പെൻസായി
കൊച്ചിയിൽ കരുതി വച്ചിരിക്കുന്നത് എന്നുള്ളത് കൂടി ഒരു രാഷ്ട്രീയ ആകാംക്ഷയായി നിൽക്കുകയാണ്. ഒപ്പം തന്നെ അവരുടെ ഒരു വോട്ട് ശതമാനമൊക്കെ വർദ്ധിപ്പിക്കുക എന്നുള്ളത് പ്രധാന ലക്ഷ്യമാവുന്നു. എ ക്ലാസ് മണ്ഡലങ്ങൾ പ്രത്യേകം കേന്ദ്രീകരിച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ ചിട്ടയായി തന്നെ ഇതിനോടകം BJP നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വേളയിൽ കൂടിയാണ് ഈ ഒരു ജനുവരി മുതൽ തന്നെ ഇത് രണ്ടാമത്തെ തവണ പ്രധാനമന്ത്രി കേരളത്തിലേക്ക് വരുന്നത്. വമ്പൻ വാഗ്ദാനങ്ങൾ കേരളത്തിലുണ്ടാകുമോ എന്നുള്ളത് കൂടി ഇന്നത്തെ ഈ സന്ദർശനത്തിൽ ഉറ്റുനോക്കുന്നുണ്ട്. പ്രവിത ഗോകുൽ. തീർച്ചയായും വിപിനാണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും NDA തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ കർട്ടൻ റൈസർ ആയിരിക്കും ഇന്ന് പ്രധാനമന്ത്രി നടത്തുക കൊച്ചിയിൽ. ഒപ്പം വലിയ പ്രഖ്യാപനങ്ങൾ പ്രതീക്ഷിക്കുന്നു. പ്രത്യേകിച്ച് കൊച്ചിക്കാർ ശ്രദ്ധിക്കുക, ഇന്ന് ഉച്ച മുതൽ അല്ലെങ്കിൽ 11 മണിക്ക് ശേഷം അങ്ങോട്ടേക്ക് എറണാകുളം നഗരത്തിലൂടെയുള്ള യാത്ര ചെയ്യുന്നവരും കൊച്ചിയിലുള്ളവരുമൊക്കെ കുറേ നിയന്ത്രണങ്ങളുണ്ട്. അതിനനുസരിച്ച് മുൻകരുതലോടുകൂടി നേരത്തെ ഇറങ്ങുകയോ അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള വഴികൾ ക്രമീകരിക്കുകയോ ഒക്കെ ചെയ്യുക. അപ്പോൾ കേരളത്തിലെ സന്ദർശനത്തിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തമിഴ്നാട്ടിലെ തിരുച്ചിറപ്പള്ളിയിലെത്തും. വൈകിട്ട് 5:45 നടക്കുന്ന പരിപാടിയിൽ 5650 കോടി രൂപയുടെ വികസന പദ്ധതികൾ നാടിന് സമർപ്പിക്കും. BPCL 3680 കോടി രൂപ ചെലവിൽ സജ്ജീകരിച്ച PNG ഹോം കണക്ഷൻസ് ആണ് പദ്ധതികളിൽ പ്രധാനം. നീലഗിരി, ഈറോഡ് ജില്ലകളിലായി 8.8 ലക്ഷം ഹോം കണക്ഷനുകളാണ് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുക. 201 PNG സ്റ്റേഷനുകളും നാടിന് സമർപ്പിക്കും. PMGSY പദ്ധതി പ്രകാരം പൂർത്തീകരിച്ച 370 കിലോമീറ്റർ റോഡുകളും മോദി ഉദ്ഘാടനം ചെയ്യും. 2 അമൃത് ഭാരത് എക്സ്പ്രസ് ഉൾപ്പെടെ 5 പുതിയ ട്രെയിനുകളും പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്യും. തുടർന്ന് NDAയുടെ റാലിയിൽ പ്രധാനമന്ത്രി പ്രവർത്തകരെ അഭിസംബോധന ചെയ്യും. നമ്മൾ തിരുവനന്തപുരത്തേക്ക് പോവുകയാണ്. തിരുവനന്തപുരത്ത് ചൂടുപിടിച്ച ഒരു പ്രധാനപ്പെട്ട ചർച്ച ഇന്നലെ KV ഗണേഷ് കുമാറിന്റെ രാജി ആവശ്യമായിരുന്നു. മന്ത്രിസഭാ യോഗത്തിന് ശേഷം അക്കാര്യത്തിൽ അങ്ങനെ ഒരു രാജിയെപ്പറ്റി ആലോചിക്കുന്നില്ല, പ്രശ്നങ്ങളൊക്കെ ഗണേഷ് കുമാറും ഭാര്യയും തമ്മിലുള്ളത് പറഞ്ഞ് അവസാനിപ്പിച്ചു എന്ന് പ്രതികരിക്കുന്നുണ്ടായിരുന്നു മന്ത്രി തന്നെ, ഒപ്പം LDF നേതാക്കളൊക്കെ. പക്ഷേ ഇപ്പോഴും രാജി ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. ധാർമ്മിക പ്രശ്നം ഉയർത്തിക്കൊണ്ട് മുഖ്യമന്ത്രിയുടെ അടക്കം പഴയ വാക്കുകൾ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. ഒപ്പം പാചകവാതക വിതരണ പ്രതിസന്ധി ഹോട്ടലുകളിലും ഹോസ്റ്റലുകളിലുമൊക്കെ ആശങ്കയുണ്ടാക്കുന്ന ഘട്ടത്തിൽ ഇനി സംസ്ഥാന സർക്കാർ എങ്ങനെ ഇടപെടുമെന്നതാണ് കണ്ടറിയേണ്ടത്. ജിബിൻ JB ഉണ്ട്. ജിബിൻ, രാഷ്ട്രീയ വാർത്തകൾ, ഒപ്പം തന്നെ ഈ പാചകവാതകം ആശങ്കയാകുന്ന, അടുക്കളകൾക്ക് ആശങ്കയാകുന്ന, ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ആശങ്കയാകുന്ന വിഷയത്തിൽ സംസ്ഥാന സർക്കാർ എങ്ങനെയാണ് ഇടപെടാൻ ഉദ്ദേശിക്കുന്നത്? ഗുഡ് മോർണിംഗ് ഗോകുൽ ആൻഡ് പ്രവിത. ഈ മന്ത്രി ഗണേഷ് കുമാറിന്റെ രാജി ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് പ്രതിപക്ഷം. കാരണം ഈ 2013 സമാന രീതിയിൽ തന്നെ അന്ന് ഗണേഷ് കുമാറിനെതിരെ ഭാര്യ ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു. പക്ഷേ ആ സമയത്ത് അന്നത്തെ പ്രതിപക്ഷമായിരുന്ന CPM, അന്ന് LDF തിരഞ്ഞെടുത്ത വാക്ക്, പ്രത്യേകിച്ച് ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അന്നത്തെ വാക്കുകളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പ്രതിപക്ഷം ഈ ഒരു രാജി ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്നത്. കാരണം മുഖ്യമന്ത്രി ഈ ഗണേഷ് കുമാറിന്റെ കാര്യത്തിൽ കാട്ടുന്നത് ഒരു ഇരട്ടത്താപ്പ് എന്നുള്ള ഒരു നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് പ്രതിപക്ഷം. കാരണം കഴിഞ്ഞ ദിവസം രമേശ് ചെന്നിത്തലയുടെയും അതുപോലെ VD സതീശന്റെ ഭാഗത്തു നിന്ന് വന്ന പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തന്നെയാണ്. കാരണം ഈ മന്ത്രി എന്ന നിലയിൽ ഗണേഷ് കുമാർ ഭാര്യയോട് മാപ്പ് ചോദിച്ചു കഴിഞ്ഞാൽ മാത്രം തീരുന്ന ഒരു പ്രശ്നമല്ല അവിടെ ഉണ്ടായത്. കാരണം വീട്ടിൽ വെച്ച് മന്ത്രിയുടെ ഭാര്യ കാണാനിടെ മന്ത്രിയെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ കണ്ടു എന്നായിരുന്നു അന്ന് ഭാര്യയുടെ പരാതി എന്ന് പറയുന്നത്. പക്ഷേ ആ കാര്യത്തിൽ അത് ആരെയാണ് കണ്ടത്, അല്ലെങ്കിൽ മന്ത്രിയുടെ ഭാര്യയ്ക്ക് അവിടെ എത്തിയ പോലീസ് അവർക്ക് ആവശ്യമായ സഹായം ഉറപ്പുവരുത്തിയിട്ടില്ല. ഈ കാര്യങ്ങളിലൊന്നും തന്നെ ഇതുവരെയും ഒരു നടപടി പോലീസിന്റെയോ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ മന്ത്രി ഗണേഷ് കുമാറിനെതിരെ കൃത്യമായ നടപടി ഉണ്ടാകണം. ഇല്ല എന്നുണ്ടെങ്കിൽ 2013 മുഖ്യമന്ത്രി പറഞ്ഞ വാക്കുകൾ അത് മുഖ്യമന്ത്രി തന്നെ മാറ്റി പറയണമെന്നുള്ള ഒരു കാര്യത്തിലാണ് ഇപ്പോൾ പ്രതിപക്ഷം ഉറച്ചു നിൽക്കുന്നത്. മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഈ വാണിജ്യ സിലിണ്ടറുകളുടെ ലഭ്യത കുറഞ്ഞതുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. കാരണം ഈ യുദ്ധം, പശ്ചിമേഷ്യൻ യുദ്ധം ഇപ്പോൾ നമ്മുടെ അടുക്കളകളിലേക്ക് വരെ എത്തി എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ് ഈ വാണിജ്യ സിലിണ്ടറിൻ്റെ ലഭ്യത കുറഞ്ഞത് കൊണ്ടുള്ള പ്രശ്നങ്ങൾ ഉടലെത്തിയിരിക്കുന്നത്. കാരണം ഈ ഗാർഹിക സിലിണ്ടറുകളുടെ ലഭ്യത നിലവിൽ മറ്റ് പ്രശ്നങ്ങളില്ലാതെ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഗാർഹിക സിലിണ്ടറുകൾ ഈ ഇത്തരത്തിൽ ലഭ്യമാക്കുന്നതിന് വേണ്ടി കർശന ഉപാധികൾ അല്ലെങ്കിൽ നിയന്ത്രണങ്ങൾ കേന്ദ്ര സർക്കാരും പെട്രോളിയം ഏജൻസികളും ഇപ്പോൾ നിലവിൽ ഇറക്കിയിരിക്കുന്നത്. പക്ഷേ ഇത് ഏറ്റവും അധികം ബാധിക്കുന്നത് ചെറുകിട വ്യവസായികളെയാണ്, പ്രത്യേകിച്ച് ഹോട്ടൽ തൊഴിലാളികളെയാണ്, തട്ടുകടകളെയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ചെറിയ തട്ടുകടയായിരുന്നാൽ പോലും ഒരു ദിവസം 1 or 2 ഒക്കെ ഗ്യാസ് സിലിണ്ടറുകൾ ആവശ്യം വരും. പക്ഷേ അവിടെയാണ് ഇപ്പോൾ ഈ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. നിലവിലുള്ള നിയന്ത്രണം അനുസരിച്ച് ഈ മുൻഗണനാ ലിസ്റ്റ് പ്രകാരം, മുൻഗണനാ പട്ടിക പ്രകാരമുള്ളവർക്ക് മാത്രമാണ് വാണിജ്യ സിലിണ്ടറിൻ്റെ ലഭ്യത പഴയതുപോലെ തന്നെ ഉറപ്പാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രശ്നം ഏറ്റവും ബാധിക്കുന്നത് അടിസ്ഥാന വർഗമായിട്ടുള്ള ഈ ചെറിയ തൊഴിൽ ചെയ്ത് ജീവിക്കുന്നവരാണ്, ചെറുകിട കച്ചവടക്കാരെയാണ്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം ഈ പ്രശ്നത്തിൽ ഒരു പരിഹാരം കണ്ടെത്തണമെന്നുള്ളതാണ് സംസ്ഥാന സർക്കാരിൻ്റെയും അതുപോലെ തന്നെ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പിൻ്റെ ആവശ്യം. പ്രത്യേകിച്ച് മന്ത്രി തന്നെ നേരിട്ട് ഇക്കാര്യത്തിൽ ഇടപെടുകയും ചെയ്തിട്ടുണ്ട്. എത്രയും വേഗം തന്നെ ഈ ഒരു യോഗം വിളിച്ച് ചേർക്കുകയും കേന്ദ്ര സർക്കാരിനോട് ഈ മുൻഗണനാ ലിസ്റ്റിൽ നിന്ന് ഈ വാണിജ്യ ആവശ്യത്തിനുള്ള ഈ ഹോട്ടലുകൾ അതുപോലെ തന്നെ ചെറുകിട വ്യവസായങ്ങൾ ഇവരെ മാറ്റി നിർത്താതെ ഇവരെ കൂടി മുൻഗണനാ ലിസ്റ്റിൽ പെടുത്തിക്കൊണ്ട് അവർക്കും കൂടി ആവശ്യമായിട്ടുള്ള സിലിണ്ടറുകൾ എത്രയും വേഗം എത്തിക്കണം. അവിടെ ഒരു ഷോർട്ടേജ് വരാൻ
ജിബിൻ JB തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. ജിബിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഹോട്ടലുകൾ വലിയ ആശങ്കയിലാണ്. പ്രത്യേകിച്ച് LPG സിലിണ്ടറുകൾ ലഭ്യമാകാത്ത ഒരു സാഹചര്യത്തിലേക്കൊക്കെ കടക്കുമോ എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ഗോകുൽ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഹോസ്റ്റലുകളിൽ കഴിയുന്നവർ, ഒപ്പം തന്നെ ഹോട്ടലുകളെ മാത്രം ഭക്ഷണത്തിനായി ആശ്രയിക്കുന്നവർ, ഇവരുടെ എല്ലാം ജീവിതത്തെ തന്നെ ബാധിക്കുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ ആ ഒരു മുംബൈയിലും ബാംഗ്ലൂരിലും ഒക്കെ മെനു ഒക്കെ കുറച്ചു. അങ്ങനെ കൂടുതൽ ഗ്യാസ് ചിലവാകുന്ന വിഭവങ്ങളൊക്കെ ഒഴിവാക്കി, പിന്നെ ഭക്ഷണത്തിന് കൂടുതൽ സമയം കാത്തിരിക്കേണ്ടി വരുന്നു എന്നൊക്കെ ഇന്നലെ പ്രതികരണം ഉണ്ടായിരുന്നു. അതിനൊക്കെ അപ്പുറത്തേക്കാണ് ഗ്യാസ് ഇല്ലാതായാൽ എന്തായിരിക്കും അവസ്ഥ എന്ന ആശങ്ക ഈ ഹോട്ടൽ ഉടമകളും ഒപ്പം ഹോസ്റ്റൽ നടത്തിപ്പുകാരും ഒക്കെ പങ്കുവെക്കുന്നത്. രാജ്യത്ത് പാചകവാതക പ്രതിസന്ധിയിൽ ഭക്ഷണശാലകൾക്ക് നിർദ്ദേശവുമായി നാഷണൽ റെസ്റ്റോറന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ. പാചകവാതക ഉപഭോഗം കുറയ്ക്കുന്നതിനായി മെനുവിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തണമെന്നും കുറഞ്ഞ സമയം കൊണ്ട് തയ്യാറാക്കാവുന്ന വിഭവങ്ങൾക്ക് മുൻഗണന നൽകണം എന്നുമാണ് ആവശ്യം. ഗ്യാസിന് പകരമായി ഇലക്ട്രിക് ഇൻഡക്ഷൻ കുക്കറുകളുടെയും മറ്റ് വൈദ്യുതി ഉപകരണങ്ങളുടെയും ഉപയോഗം വർദ്ധിപ്പിക്കാനും പാചക രീതികളിൽ മാറ്റം വരുത്താനും അതോറിറ്റി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നിലവിലെ പ്രതിസന്ധി മൂലം വിഭവങ്ങളുടെ ലഭ്യതയിലുണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ച് ഉപഭോക്താക്കളുമായി കൃത്യമായ ആശയവിനിമയം നടത്തണമെന്നും NRAI വ്യക്തമാക്കി. മധ്യപൂർവേഷ്യൻ സംഘർഷത്തിന് പിന്നാലെയുണ്ടായ പാചകവാതക സിലിണ്ടർ ദൗർലഭ്യത്തിൽ ഹോട്ടൽ മേഖല താളം തെറ്റിയെന്ന് ബംഗളൂരുവിലെ ഹോട്ടൽ ഉടമകൾ പറയുന്നു. സിലിണ്ടറുകൾ ലഭിക്കാത്തതിനാൽ ഹോട്ടലുകൾ അടച്ചിടേണ്ട സ്ഥിതിയാണെന്നാണ് ഇവർ പറയുന്നത്. വിഷയത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഉടൻ നടപടി സ്വീകരിക്കണം എന്നാണ് ഹോട്ടൽ ഉടമ അസോസിയേഷൻ ആവശ്യപ്പെടുന്നത്. ഗൾഫ് മേഖലയിലെ സംഘർഷം ഇന്ത്യയിലെ ഹോട്ടൽ വ്യവസായത്തെ കാര്യമായി തന്നെ ബാധിച്ചിരിക്കുകയാണ്. LPG സിലിണ്ടറുകളുടെ ദൗർലഭ്യം രൂക്ഷമായതോടെ ഹോട്ടലുകൾ അടച്ചിടേണ്ടി വരുമോ എന്ന ഭീതിയിലാണ് ബംഗളൂരുവിലെ ഹോട്ടൽ ഉടമകൾ. നീണ്ട 83 വർഷത്തെ ചരിത്രം പറയാനുള്ള ബംഗളൂരുവിലെ വിദ്യാർത്ഥി ഭവന് ഇത് പുതിയ അനുഭവമാണ്. പഴയ വിറകടുപ്പിൽ നിന്നും ഗ്യാസ് അടുപ്പുകളിലേക്ക് മാറിയിട്ട് കാലം കുറയായി. പക്ഷേ ഇത് ആദ്യമായാണ് അടുപ്പ് പുകയാത്ത അവസ്ഥയിലേക്ക് നീങ്ങുന്നത്. ഒരു ദിവസത്തേക്കുള്ള സിലിണ്ടറുകൾ മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. युद्ध के वजह से प्रॉब्लम हुआ है 2 दिन से ठीक से सप्लाई नहीं है. शनिवार और भानुवार संडे को आया था, बाद में वो बता रहे हैं अभी स्टॉक नहीं है. नहीं, हमारा पास 1 दिन का या 2 दिन का चलता है, बाद में देखना है. सप्लाई आता तो हम रन करेंगे, नहीं तो क्लोज करना पड़ेगा. മറ്റു ഹോട്ടലുകളുടെ സ്ഥിതിയും വ്യത്യസ്തമല്ല. 3 ദിവസത്തിനിടെ 300ഓളം രൂപയാണ് വാണിജ്യ സിലിണ്ടറുകൾക്ക് കൂടിയത്. അത്യാവശ്യത്തിന് ബ്ലാക്കിലെടുക്കാമെന്ന് വെച്ചാൽ അത് 1000-ന് മുകളിലാണ്. ഇന്നലെ 3000 രൂപയായിരുന്നു ചാർജ് പറഞ്ഞ്, ഇന്ന് 3300 പറഞ്ഞു ചാർജ്. 1800 ചില്ലറ 1800 സംതിങ്ങിനാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതിൽ നിന്ന് സഡൻലി വലിയ പ്രതിസന്ധിയാണ്. ഇപ്പോൾ റെസ്റ്റോറൻറ്റുകളൊക്കെ അടച്ചുപൂട്ടൽ ലെവലിലേക്ക് പോയി രീതിയിലാണെങ്കിൽ. പണ്ടത്തെ പോലെ ഗ്യാസ് കിട്ടുന്നില്ല. ഇപ്പോൾ ഒരാഴ്ച 10 ദിവസം കൊണ്ടല്ലോ ഇപ്പോൾ 6000 800 കൂടി. കസ്റ്റമേഴ്സിന്റെ ആവശ്യാനുസരണമുള്ള വിഭവങ്ങൾ നൽകാനാകുന്നില്ല എന്നത് ഹോട്ടലുകളെ പ്രതിസന്ധിയിലാക്കുകയാണ്. വരും ദിവസങ്ങളിലും സ്ഥിതി തുടർന്നാൽ ഹോട്ടലുകൾ അടയ്ക്കുകയല്ലാതെ മറ്റു പോംവഴികളില്ല എന്നാണ് ഉടമകൾ പറയുന്നത്. സജു ചമക്കാലയിൽ 24 ബാംഗ്ലൂർ. അപ്പോൾ അതാണ് നിരവധി ഹോട്ടലുകളുടെ അവസ്ഥ. ബംഗളൂരുവിൽ നിന്നുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടത്. എന്തായാലും ഉടൻ തന്നെ ഈ ഒരു പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടട്ടെ എന്നാണ് നമ്മളും പ്രത്യാശിക്കുന്നത്. ഉടൻ തന്നെ സർക്കാരിന്റെ ഇടപെടൽ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയും പങ്കുവയ്ക്കുകയാണ്. അതെ, ആഹാരത്തിലെങ്കിലും ആശങ്ക വേഗത്തിൽ പരിഹരിക്കട്ടെ. ഇത് നമ്മൾ കോഴിക്കോടേക്കാണ് പോകുന്നത്. കോഴിക്കോട്ട് നേഴ്സസ് സമരം അങ്ങനെ ചൂട് പിടിച്ച് തുടരുകയാണ്. ഇന്നലെ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഒരു നിർദ്ദേശം വന്നിട്ടുണ്ട്. ആശുപത്രികൾക്ക് അവിടെ എത്തുന്ന ജോലി ചെയ്യാൻ സന്നദ്ധരായ ജീവനക്കാർക്ക്, ഡോക്ടേഴ്സിനടക്കം അവിടെ വരുന്ന രോഗികൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകരുത്, അതിനുവേണ്ട സുരക്ഷ ഉറപ്പാക്കണമെന്ന് തൊഴിൽ വകുപ്പിനും പോലീസിനും ഒക്കെ നിർദ്ദേശവും വന്നിരിക്കുകയാണ്. അപ്പോൾ ഇനി എങ്ങനെ നേഴ്സസിന്റെ സമരം UNA മുന്നോട്ട് കൊണ്ടുപോകുമെന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അനീഷ് ദേവസി ചേരുന്നുണ്ട് കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി. അനീഷ്, വലിയ പ്രതിഷേധം പ്രധാന കേന്ദ്രമായി സംസ്ഥാനത്ത് തന്നെ ഈ നേഴ്സസ് സമരത്തിന്റെ പ്രധാന കേന്ദ്രമായി കോഴിക്കോട് മാറുകയുമാണ്. പക്ഷേ ഹൈക്കോടതിയുടെ കൂടെ നിർദ്ദേശങ്ങൾ വരുമ്പോൾ, ആശുപത്രി മാനേജ്മെന്റുകൾ നടപടി ഘടിപ്പിക്കുമ്പോൾ ഇനി എങ്ങനെ ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകാനാണ് UNAയുടെ ആലോചന? ഗോകുൽ, പ്രവിത, ഗുഡ് മോർണിംഗ്.
സ്വകാര്യ ആശുപത്രിയിലെ നഴ്സുമാരുടെ സമരം ഘടിപ്പിക്കുകയാണ്. സമരം ഇന്ന് 3-ാം ദിവസത്തേക്ക് കടന്നിരിക്കുകയാണ്. മിനിമം വേതനം 40,000 ആക്കണമെന്ന ധാരണാപത്രത്തിൽ ഒപ്പുവയ്ക്കാത്ത സ്വകാര്യ ആശുപത്രികൾക്കെതിരെ സമരം ഘടിപ്പിക്കാനാണ് UNAയുടെ തീരുമാനം. സ്വകാര്യ ആശുപത്രിയിലെ നഴ്സുമാർ സമരം ഘടിപ്പിച്ചതോടെ കോഴിക്കോട് മേഖലയിലെ പല സ്വകാര്യ ആശുപത്രികളിലെയും പ്രവർത്തനം മന്ദഗതിയിലായിട്ടുണ്ട്. സ്വകാര്യ ആശുപത്രിയിൽ നിലവിൽ പുതിയ കേസുകൾ എടുക്കാത്തതിനാൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ്, അതുപോലെ സർക്കാർ ബീച്ച് ഹോസ്പിറ്റൽ തുടങ്ങിയ ആശുപത്രിയിൽ കഴിഞ്ഞ 2 ദിവസമായി രോഗികളുടെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഏതായാലും ഹൈക്കോടതി ഈ വിഷയത്തിൽ അടിയന്തരമായ ഒരു ഇടപെടൽ നടത്തിയിട്ടുണ്ട്. അതായത് സ്വകാര്യ ആശുപത്രികളുടെ പ്രവർത്തനത്തെ ബാധിക്കാത്ത രീതിയിൽ ഈ സമരം മുമ്പോട്ട് പോകണമെന്നാണ് സർക്കാരിന് ഹൈക്കോടതി ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതായത് ആശുപത്രിയുടെ പരിസരങ്ങളിലോ സമീപങ്ങളിലോ പ്രതിഷേധമോ പ്രകടനമോ അങ്ങനെയുള്ള യാതൊന്നും അനുവദിക്കരുതെന്ന് ഹൈക്കോടതി ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സ്വകാര്യ ആശുപത്രിയിൽ ജോലിക്കായി എത്തുന്ന നഴ്സുമാർക്കും ഇതര സ്റ്റാഫുകൾക്കും വേണ്ട മതിയായ ഒരു സംരക്ഷണം ഒരുക്കണമെന്ന് സർക്കാരിനോടും ജില്ലാ പോലീസ് മേധാവികളോടും ഹൈക്കോടതി ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. അതനുസരിച്ച് സ്വകാര്യ ആശുപത്രിയിലെ നഴ്സുമാർക്ക് സർക്കാർ ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ വിഷയത്തിൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നോ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്നോ ഇതുവരെ യാതൊരു ചർച്ചയ്ക്കും തയ്യാറായിട്ടില്ലെന്നാണ് UNAയുടെ പ്രതിനിധികൾ പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ ദിവസവേതനക്കാരായ നഴ്സുമാരെ ഉപയോഗിച്ചാണ് ഇപ്പോൾ പല സ്വകാര്യ ആശുപത്രികളും കോഴിക്കോട് മേഖലയിൽ പ്രവർത്തനം നടത്തുന്നത്. സംസ്ഥാനത്തിന് വെളിയിൽ നിന്ന് ഇതര സംസ്ഥാനത്ത് നിന്ന് വരെ ദിവസവേതന അടിസ്ഥാനത്തിൽ നഴ്സുമാരെ കൊണ്ടുവന്നാണ് ഇവിടെ പല ആശുപത്രികളിലെയും പ്രവർത്തനം ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഏതായാലും തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാത്തവരെ ഇതുവരെ അതുകൊണ്ട് സമരം ശക്തമാക്കാനാണ് UNAയുടെ ഒരു തീരുമാനമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രവിധ ആൻഡ് ഗോകുൽ. മറ്റു വാർത്തകൾ നോക്കാം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ കസ്റ്റഡിയിൽ തുടരുന്ന സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരിയുടെ മെഡിക്കൽ റിപ്പോർട്ട് ഇന്ന് കൊല്ലം വിജിലൻസ് കോടതിയിൽ സമർപ്പിക്കും. കോടതി നിർദ്ദേശമനുസരിച്ച് ചേർന്ന മെഡിക്കൽ ബോർഡിന്റെ റിപ്പോർട്ടാണ് സമർപ്പിക്കുക. തനിക്ക് ഗുരുതര അസുഖങ്ങളുണ്ടെന്നും ചെന്നൈയിൽ ചികിത്സ അനുവദിക്കണമെന്നും പങ്കജ് ഭണ്ഡാരി അപേക്ഷിച്ചു. ഒരു കാരണവശാലും സംസ്ഥാനത്തിന് പുറത്ത് ചികിത്സ അനുവദിക്കരുതെന്നാണ് പ്രോസിക്യൂഷന്റെ വാദം. സുപ്രീംകോടതി നിർദ്ദേശമനുസരിച്ചുള്ള ചികിത്സ സംസ്ഥാനത്ത് നൽകുന്നുണ്ടെന്ന് പ്രോസിക്യൂഷൻ കോടതിയെ നേരത്തെ അറിയിച്ചിരുന്നു. വിവാദ പാഠഭാഗത്തിൽ NCERTക്കെതിരെ സുപ്രീംകോടതി സ്വമേധയെടുത്ത കേസ് ഇന്ന് പരിഗണിക്കും. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചാണ് കേസ് പരിഗണിക്കുക. കഴിഞ്ഞ തവണ കേസ് പരിഗണിക്കവേ സുപ്രീംകോടതി അതിരൂക്ഷമായി NCERTയെ വിമർശിച്ചിരുന്നു. കോടതി ഇടപെടലിന് പിന്നിലെ NCERT ക്ഷമാപണവും നടത്തി. വിവാദ പാഠഭാഗം ഉൾക്കൊള്ളിച്ച പാഠപുസ്തകം വിപണിയിൽ നിന്ന് പിൻവലിച്ചുവെന്നും NCERT അറിയിച്ചു. ജുഡീഷ്യറിയുടെ അന്തസ്സിനെ തകർക്കാൻ കരുതിക്കൂട്ടിയുള്ള ശ്രമമുണ്ടായി എന്നാണ് സുപ്രീംകോടതിയുടെ വിമർശനം. കേസിൽ കേന്ദ്ര വിദ്യാഭ്യാസ സെക്രട്ടറിക്കും NCERT സെക്രട്ടറിക്കും കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിട്ടുണ്ട്. 8ാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രം പാഠപുസ്തകത്തിലായിരുന്നു ജുഡീഷ്യറിയിലെ അഴിമതികൾ എന്ന വിവാദ പാഠഭാഗം. ഇനി നമ്മൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളിലേക്കാണ് പോകുന്നത്. ഇന്നോ നാളെയോ എന്നാണ് ഈ തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിക്കുക എന്നത് മാത്രമാണ് കാത്തിരിപ്പ്. പ്രധാനമന്ത്രി കൂടി എത്തിപ്പോകുമ്പോൾ ഒരുപക്ഷെ തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ ആ പ്രഖ്യാപനം ഉണ്ടാകുമെന്നും പ്രതീക്ഷിക്കുകയാണ്. ഭരണത്തുടർച്ചയ്ക്ക് കളമൊരുക്കുമ്പോഴും എറണാകുളത്ത് LDFന് പ്രതീക്ഷയുള്ളത് കൊച്ചിയും വൈപ്പിനും മാത്രം. മന്ത്രി P. രാജീവിൻ്റെതടക്കമുള്ള സിറ്റിംഗ് സീറ്റുകൾ കോട്ടം തട്ടാനിടയുണ്ടെന്നാണ് CPIM വിലയിരുത്തൽ. ഉറച്ച സീറ്റുകൾ എന്ന് വിശ്വസിക്കുന്ന ഇടങ്ങളിലും ചിട്ടയായ പ്രവർത്തനം വേണമെന്ന് CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് ആവശ്യപ്പെട്ടു. 5 സിറ്റിംഗ് സീറ്റുകൾക്ക് പുറമെ കൈവിട്ട കളങ്ങളിൽ കൂടി കരുത്ത് കാട്ടാനൊരുങ്ങുന്നതിനിടെയാണ് കോട്ടകൾക്ക് കോട്ടമുണ്ട് എന്ന് CPIM വിലയിരുത്തുന്നത്. ഉറപ്പുള്ളത് വൈപ്പിനും കൊച്ചിയും മാത്രം. കോതമംഗലത്തും കുന്നത്തുനാട്ടിലും സ്ഥിതി മോശമല്ല. എന്നാൽ ചിട്ടയായ പ്രവർത്തനമില്ലെങ്കിൽ അട്ടിമറിക്ക് സാധ്യതയുണ്ട് എന്നാണ് പാർട്ടി നിഗമനം. മന്ത്രി P. രാജീവിൻ്റെ കളമശ്ശേരി സേഫ് അല്ലെന്നും തിരിച്ചുപിടിക്കാനുള്ള പോരാട്ടത്തിലാണ് UDF എന്നും CPIM വിലയിരുത്തുന്നു. മുൻമന്ത്രി ഇബ്രാഹിം കുഞ്ഞിൻ്റെ വിയോഗത്തോടെ ലീഗിൻ്റെ അസ്വാരസ്യങ്ങൾക്ക് പാണക്കാടിൽ നിന്ന് നേരിട്ടുള്ള ഇടപെടലുമുണ്ട്. കേരള കോൺഗ്രസിന് കൈമാറിയ പെരുമ്പാവൂരിൽ പാർട്ടിക്ക് വിജയപ്രതീക്ഷയാണ് എങ്കിലും CPIMന് സീറ്റ് തിരികെ കിട്ടാനുള്ള സാധ്യത ഇനിയില്ല. KN ഉണ്ണികൃഷ്ണനെ രംഗത്തിറക്കി തൃപ്പൂണിത്തുറ തിരിച്ചുപിടിക്കാമെന്ന് കരുതുന്നുണ്ട് എങ്കിലും മണ്ഡലത്തിൽ അത് ഗുണം ചെയ്യില്ല എന്ന് ആദ്യം മുതൽ തന്നെ ഒരു വിഭാഗം ആരോപിച്ചിരുന്നു. മുൻ മേയർ M. അനിൽകുമാറിനെ മണ്ഡലത്തിലിറക്കണമെന്ന ആവശ്യത്തിനും എക്സിക്യൂട്ടീവിൽ വലിയ പ്രാധാന്യം കിട്ടിയില്ല. കോർപ്പറേഷനിലെ പരാജയവും ജില്ലാ കമ്മിറ്റി മുന്നോട്ട് വച്ച എറണാകുളം സീറ്റിനോടുള്ള താൽപ്പര്യക്കുറവും അനിൽകുമാറിനും തിരിച്ചടിയായി. 24 കൊച്ചി. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുന്നേ കണ്ണൂരിലെ പയ്യന്നൂർ മണ്ഡലത്തിൽ TI മധുസൂദനന് വേണ്ടി ചുവരെഴുത്ത് തുടങ്ങി LDF. സ്ഥാനാർത്ഥിയാകുമെന്ന് ഉറപ്പായതോടെയാണ് ചുവരെഴുത്ത് പ്രചാരണങ്ങൾ ആരംഭിച്ചത്. ചെറുപുഴ പുളിങ്ങോം ലോക്കൽ പരിധിയിലാണ് പ്രചാരണം തുടങ്ങിയത്. മണ്ഡലത്തിൽ പ്രവർത്തകർ പ്രചാരണ പ്രവർത്തനങ്ങളും സജീവമാക്കി.
ഇനി നമ്മൾ ഡൽഹിയിലേക്ക് പോവുകയാണ്. ബൽറാം നെടുങ്ങാടിയുണ്ട് ഡൽഹിയിൽ നിന്ന് ഇന്നത്തെ വാർത്താ സാധ്യതകൾ വിശദമായി പരിശോധിക്കാൻ. ലോക്സഭാ സ്പീക്കർ ഓം ബിർളയ്ക്കെതിരായ പ്രതിപക്ഷത്തിന്റെ അവിശ്വാസ പ്രമേയത്തിൽ ഇന്ന് വോട്ടെടുപ്പ് നടക്കും. ഒപ്പം കോൺഗ്രസ് സ്ഥാനാർത്ഥി ചർച്ചകൾ കഴിഞ്ഞ 2 ദിവസമായി ഇന്നലെയും ഇന്നുമായി സജീവമായി തന്നെ അവിടെ തുടരുകയാണ്, ഡൽഹിയിൽ തുടരുകയാണ്. കേരളത്തിലെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ഡൽഹിയിലുണ്ട്. ബൽറാം ചേരുന്നു. ബൽറാം, ഇന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയുടെ കാര്യത്തിൽ ഒരു ഏകദേശ ചിത്രം, ഒരു 60 സീറ്റുകളിലെങ്കിലും സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ ഉറപ്പിക്കാവുന്ന പേരുകളിലേക്ക് എത്തുമോ? വെരി ഗുഡ് മോർണിംഗ് ഗോകുൽ, പ്രവിത. സൂചിപ്പിച്ച പോലെ തന്നെ ഒരു 60 പേരുടെ പേരുകളെങ്കിലും അന്തിമമാക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തിലാണ് നേതാക്കൾ ഡൽഹിയിലേക്ക് എത്തിയിരിക്കുന്നത്. ഒരു 60 അംഗ പട്ടിക അല്ലെങ്കിൽ 60 പേരുടെ പേരടങ്ങുന്ന പട്ടികയായിരുന്നു കൊണ്ടുവന്നത്. അതിൽ തന്നെ 40ഓളം പേരുകൾ സംബന്ധിച്ച് ഏതാണ്ട് ധാരണയായി എന്നായിരുന്നു ഡൽഹിയിൽ എത്തും മുമ്പ് നേതാക്കൾ പറഞ്ഞിരുന്നത് എങ്കിൽ ഇപ്പോഴും ഏതാണ്ട് 35-നടുത്ത് പേരുകൾ മാത്രമാണ് അന്തിമമായ ഒരു പട്ടിക ഇതുവരെയും കഴിഞ്ഞ ഒരു ദിവസം പൂർണ്ണമായും നീണ്ടുനിന്ന ചർച്ചകളിൽ പൂർത്തിയാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ് നേതാക്കളിൽ നിന്നും ലഭിക്കുന്ന വിവരം. ഇതിൽ പ്രധാനമായും സംവരണ സീറ്റുകൾ, കൂടാതെ കഴിഞ്ഞ തവണ വിജയിച്ച സ്ഥാനാർത്ഥികളുടെ മത്സരിക്കുന്ന മണ്ഡലങ്ങൾ, ഇതോടൊപ്പം തന്നെ ഒറ്റ പേരുകൾ മാത്രം നിർദ്ദേശിച്ച മണ്ഡലങ്ങൾ എന്നിവയടങ്ങുന്നതായിരുന്നു ഈ 40ഓളം സീറ്റുകൾ എങ്കിൽ അതിലും ചില മണ്ഡലങ്ങളിൽ മറ്റ് ചില പേരുകൾ ഉയർന്നു വന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. ഒപ്പം തന്നെ MP-മാർ മത്സരിക്കുന്ന കാര്യത്തിലും ഇപ്പോഴും ഒരു തർക്കം തുടരുകയാണ്. കഴിഞ്ഞ ദിവസം പ്രത്യേകിച്ച് കെ സുധാകരൻ സ്വന്തം മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ച ഒരു പശ്ചാത്തലം, അതിലെല്ലാം തന്നെ ഈ നേതാക്കൾക്ക് അതൃപ്തിയുണ്ട്. ഇത്തരത്തിൽ ആർക്കും ഒറ്റയ്ക്ക് സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കാൻ കഴിയില്ല എന്നൊരു പ്രതികരണം KPCC പ്രസിഡന്റ് നടത്തിയിരുന്നു. എന്തായാലും ചർച്ചകൾ ഡൽഹിയിൽ തുടരുകയാണ്. ഇന്ന് അതിൽ ഏറ്റവും നിർണായകം ആകുന്നത് വൈകിട്ട് 5 മണിക്ക് ചേരുന്ന കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗമായിരിക്കും. ആ യോഗത്തിലായിരിക്കും ഒരു അന്തിമ പട്ടിക പൂർത്തിയാക്കുക. ഏതാണ്ട് 50-നടുത്ത് സീറ്റുകൾ അടങ്ങുന്നതായിരിക്കും ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇതിന് മുമ്പായി തന്നെ നേതാക്കൾ തമ്മിലുള്ള വിവിധ കൂടിക്കാഴ്ചകൾ ഇന്നും ഉണ്ടാകും എന്നാണ് അറിയാൻ കഴിയുന്നത്. ഈ ഒരു കൂടിക്കാഴ്ചകളിലായിരിക്കും പട്ടിക അന്തിമ രൂപത്തിലേക്ക് എത്തുക. അതേസമയം തന്നെ ഇന്ന് ഡൽഹിയിൽ മറ്റൊരു നിർണായകമായ നീക്കം എന്നുള്ളത് പാർലമെന്റിൽ ലോക്സഭാ സ്പീക്കർ ഓം ബിർളയ്ക്ക് എതിരായ അവിശ്വാസ പ്രമേയത്തിൽ ഇന്ന് വോട്ടെടുപ്പ് നടക്കും. വൈകിട്ട് 6 മണിയോടെയായിരിക്കും ഈ വോട്ടെടുപ്പ് നടക്കുക. ഇന്നലെ ഉച്ചയോടെയാണ് ഈ അവിശ്വാസ പ്രമേയത്തിൽ ചർച്ചകൾ ആരംഭിച്ചത്. പ്രതിപക്ഷം കേന്ദ്ര സർക്കാരിനെതിരെ ഈ വിമർശനത്തിനുള്ള ഒരു അവസരമാക്കി ഈ ഒരു അവിശ്വാസ പ്രമേയ ചർച്ചയെ മാറ്റിയിട്ടുണ്ട്. രാഹുൽ ഗാന്ധി കഴിഞ്ഞ ബജറ്റ് സമ്മേളനത്തിന്റെ 1ാം പാദത്തിൽ ആരോപിച്ചിരുന്ന മുൻ കരസേനാ മേധാവി ജനറൽ MM നർവാനിയുടെ പുസ്തകം സംബന്ധിച്ച് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ ചർച്ചയ്ക്കിടെ നേതാക്കൾ ഉന്നയിച്ചിരുന്നു. എന്നാൽ അതിന് കൃത്യമായി തന്നെ തക്കതായ മറുപടി ഭരണപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. ഇന്ന് വൈകിട്ട് 5 മണിക്ക് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഈ ചർച്ചകളിൽ പങ്കെടുത്ത് സംസാരിക്കുന്നുണ്ട്. അദ്ദേഹവും കടുത്ത വിമർശനങ്ങൾ പ്രതിപക്ഷത്തിനെതിരെ ഉന്നയിച്ചേക്കും എന്നുള്ള സൂചന തന്നെയാണ് ലഭിക്കുന്നത്. ഒപ്പം തന്നെ ഈ പശ്ചിമേഷ്യൻ സംഘർഷവുമായി ബന്ധപ്പെട്ട് രാജ്യത്തുണ്ടായ ഇന്ധന പ്രതിസന്ധി അത് പാർലമെന്റിൽ വലിയൊരു വിഷയമായി ഉയർത്തിക്കൊണ്ടുവരാനും ശക്തമായ പ്രതിഷേധം ഉന്നയിക്കാനുമുള്ള തീരുമാനത്തിലാണ് ഇരുസഭകളിലും പ്രതിപക്ഷം. കർണാടകയിലെ സർക്കാർ ഡോക്ടേഴ്സ് ഇന്ന് നടത്താനിരുന്ന OP ബഹിഷ്കരണം പിൻവലിച്ചു. ആവശ്യങ്ങൾ സമയബന്ധിതമായി പരിഗണിക്കുമെന്ന് സർക്കാർ ഉറപ്പു നൽകിയതിനെ തുടർന്നാണ് തീരുമാനം. ഇന്നലെ ചീഫ് സെക്രട്ടറിയും ആരോഗ്യമന്ത്രിയും ഡോക്ടേഴ്സ് അസോസിയേഷൻ പ്രതിനിധികളുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് സമരം പിൻവലിച്ചത്. അസോസിയേഷൻ ഉന്നയിച്ച 14 ആവശ്യങ്ങളിൽ 13 പരിഹരിക്കാമെന്ന് സർക്കാർ ഉറപ്പ് നൽകിയതായും KGMO അറിയിച്ചിട്ടുണ്ട്. കേരളത്തിലെ കർഷകർക്ക് കൈത്താങ്ങായി ലുലു ഗ്രൂപ്പ്. മധ്യപൂർവേഷ്യൻ സംഘർഷത്തെ തുടർന്ന് പ്രതിസന്ധിയിലായ കാർഷിക ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതിക്ക് പരിഹാരമായി GCC രാജ്യങ്ങളിലേക്ക് കേരളത്തിൽ നിന്ന് പഴം പച്ചക്കറികൾ കയറ്റി അയക്കാൻ തുടങ്ങി. കേരളത്തിൽ നിന്നടക്കം ടൺ കണക്കിന് ഭക്ഷ്യവസ്തുക്കളുടെ കയറ്റുമതിയാണ് മധ്യപൂർവേഷ്യൻ സംഘർഷം രൂക്ഷമായതോടെ നിലച്ചത്. പ്രശ്നത്തിൽ സർക്കാർ തലത്തിൽ ഇടപെട്ടതോടെ ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലിയുടെ നിർദ്ദേശപ്രകാരം 80 ടൺ ഭക്ഷ്യവസ്തുക്കളാണ് കഴിഞ്ഞ ദിവസം കയറ്റി അയച്ചത്. ലുലു ഗ്രൂപ്പിന്റെ കയറ്റുമതി വിഭാഗമായ ഫെയർ എക്സ്പോർട്ട് വഴി അബുദാബിയിലേക്ക് പഴങ്ങളും പച്ചക്കറികളും ഇതിനോടകം എത്തിക്കാനായി. വിമാന സർവീസുകൾ തടസ്സമില്ലാതെ നടത്തുന്ന GCC രാജ്യങ്ങളിലേക്ക് വരും ദിവസങ്ങളിൽ കൂടുതൽ ഭക്ഷ്യവസ്തുക്കൾ എത്തിക്കാനാകും. ബുധനാഴ്ച 50 ടണ്ണിലേറെ പഴങ്ങളും പച്ചക്കറികളും കുവൈറ്റ് എയർലൈൻസ് വഴി എത്തിക്കും. ഗൾഫ് രാജ്യങ്ങളിലെ ഭക്ഷ്യപ്രതിസന്ധിക്കൊപ്പം കേരളത്തിലെ ജനങ്ങളുടെ കയറ്റുമതി വരുമാനം അടക്കമുള്ള തടസ്സങ്ങളും നീക്കാനാകുമെന്നാണ് പ്രതീക്ഷയെന്ന് ലുലു ഗ്രൂപ്പ് വ്യക്തമാക്കി. 24 കൊച്ചി.
ഇന്നത്തെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് നമ്മൾ പോവുകയാണ്. ശബരിമലയിൽ ജീവനക്കാരുടെ പണമിടപാടുകളിലെ അന്വേഷണവുമായി ബന്ധപ്പെട്ട ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. കഴിഞ്ഞ മണ്ഡല മകരവിളക്ക് കാലയളവിൽ ശബരിമലയിൽ ജോലി ചെയ്തിരുന്ന ജീവനക്കാരുടെ ഇടപാടുകൾ അന്വേഷിക്കാൻ ദേവസ്വം വിജിലൻസിന് നിർദ്ദേശം നൽകിയിരുന്നു. ഇതിന്റെ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കും. വിവരങ്ങളുമായി വിഷ്ണു സുരേഷാണ് ചേരുന്നത് കൊച്ചിയിൽ നിന്ന്. വിഷ്ണു, ആദ്യം സ്വർണ്ണക്കൊള്ള, അത് കഴിഞ്ഞ് കൊടിമര പുനഃപ്രതിഷ്ഠ, പിന്നെ ആടിയ ശിഷ്ടം നെയ്, അതുമായി ബന്ധപ്പെട്ട ഇടപാട്, ഒടുവിൽ ഇപ്പോൾ കഴിഞ്ഞ മണ്ഡലകാലത്തടക്കം ഉദ്യോഗസ്ഥരുടെ വരുമാനത്തിൽ എന്തെങ്കിലും അസ്വാഭാവികമായ വർധനയുണ്ടായോ എന്ന് പരിശോധന. ഒരു വലിയ കണക്കായിരിക്കുമല്ലോ ഇന്ന് കോടതിയിലെത്തുക, അല്ലേ? ഗൂഗിൾ തുടർച്ചയായ 5ാമത്തെ അന്വേഷണമാണ് ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. അതിൽ ഈ വിഷയത്തിലാണ് കഴിഞ്ഞ മണ്ഡല മകരവിളക്ക് കാലത്ത് ശബരിമല സന്നിധാനത്ത് ജോലി ചെയ്തിരുന്ന ചില ജീവനക്കാരുടെ സാമ്പത്തിക ഇടപാടുകളിൽ ചില സംശയങ്ങൾ ദേവസ്വം വിജിലൻസിന് തോന്നുകയും അവർ അതിന്റെ പ്രാഥമികമായ വിവരങ്ങൾ ഹൈക്കോടതിയെ അറിയിക്കുകയും ചെയ്തു. ആ ഘട്ടത്തിലാണ് വിശദമായ പരിശോധനയ്ക്ക് നിർദ്ദേശിച്ചത്. അതായത് 2 ദിവസത്തിൽ മാത്രം 14 ലക്ഷം രൂപയുടെ ട്രാൻസാക്ഷൻസ് ഈ ശബരിമലയ്ക്ക് സമീപമുള്ള പോസ്റ്റ് ഓഫീസ് വഴി നടന്നിട്ടുണ്ട്. അതിൽ ചില ജീവനക്കാരുടെ ട്രാൻസാക്ഷൻസ് 25,000 മുതൽ 1 ലക്ഷം രൂപ വരെയാണ്. ഇതിലെല്ലാം വലിയ അസ്വാഭാവികതയുണ്ട് എന്നാണ് വിജിലൻസിന്റെ പ്രാഥമികമായ കണ്ടെത്തൽ. അതിന്മേൽ 3 ആഴ്ചക്കകം അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ ദേവസ്വം ബെഞ്ച് ആവശ്യപ്പെട്ടിരുന്നു. ആ റിപ്പോർട്ടാണ് ഇന്ന് ഹൈക്കോടതിക്ക് മുമ്പാകെ എത്തുക. ഇതിൽ കൂടുതൽ ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ടോ, ഇത് ഏത് തരത്തിലാണ് ഇത്തരത്തിൽ ഇവർക്ക് പണം ലഭിച്ചത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇന്ന് ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിനെ അറിയിക്കും. അതിനുശേഷമായിരിക്കും ഇതിലൊരു വിശദമായ തീരുമാനത്തിലേക്ക് കോടതി പോകുക. അത് ആ റിപ്പോർട്ട് പരിഗണിച്ച ശേഷം. വിശുദ്ധ റമദാൻ മാസത്തിലെ അവസാന 10 ദിനങ്ങളിൽ വർദ്ധിച്ചു വരുന്ന തീർത്ഥാടക തിരക്ക് പരിഗണിച്ച് ഗതാഗത സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കിയിരിക്കുകയാണ് സൗദി അറേബ്യ. ഹറമൈൻ അതിവേഗ ട്രെയിൻ സർവീസുകളുടെ എണ്ണം പ്രതിദിനം 140 ഉയർത്തിയിട്ടുണ്ട്. ഹറം പള്ളിയിൽ തിരക്ക് നിയന്ത്രിക്കുന്നതിനായി തവാഫ് ചെയ്യുന്ന സ്ഥലത്ത് പുതിയ നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. റമദാനിലെ അവസാന 10 ദിനങ്ങളിൽ വിശ്വാസികളുടെ വലിയ പ്രവാഹം പ്രതീക്ഷിക്കുന്ന സാഹചര്യത്തിലാണ് സൗദി അറേബ്യ മുൻകരുതൽ നടപടികൾ ഊർജിതമാക്കിയത്. ഇതിന്റെ ഭാഗമായി മക്ക, മദീന, ഹറമൈൻ ട്രെയിൻ സർവീസുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചു. ഇനിയുള്ള 10 ദിവസം ട്രെയിൻ പ്രതിദിനം 140 സർവീസുകൾ നടത്തും. നിലവിലെ പ്ലാൻ അനുസരിച്ച് റമദാനിൽ 3600 സർവീസുകളിലായി 17 ലക്ഷത്തിലധികം സീറ്റുകൾ ലഭ്യമാക്കും. മണിക്കൂറിൽ 300 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന ട്രെയിനുകൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് വെറും 2.5 മണിക്കൂർ കൊണ്ട് തീർത്ഥാടകരെ എത്തിക്കും. യാത്രാ സൗകര്യങ്ങൾക്കൊപ്പം തന്നെ മക്കയിലെ മസ്ജിദുൽ ഹറാമിലും വിപുലമായ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. ഉംറ തീർത്ഥാടകർക്ക് തടസ്സമില്ലാതെ കർമ്മങ്ങൾ നിർവഹിക്കുന്നതിനായി മസ്ജിദുൽ ഹറാമിലെ കഅബയ്ക്ക് ചുറ്റുമുള്ള മത്താഫ് ഉംറക്കാർക്ക് മാത്രമായി പരിമിതപ്പെടുത്തി. മറ്റുള്ളവർക്ക് മുകളിലത്തെ നിലകളിൽ തവാഫ് ചെയ്യാൻ സൗകര്യമുണ്ട്. ഹജറുൽ അസ്വദിന് നേരെ നിന്ന് തവാഫ് ആരംഭിക്കണമെന്നും തിരക്കുള്ള സമയങ്ങളിൽ നിർദ്ദിഷ്ട പാതകൾ കൃത്യമായി പാലിക്കണമെന്നും ഹജ്ജ് ഉംറ മന്ത്രാലയം നിർദ്ദേശിച്ചു. തിരക്ക് സമയം തത്സമയം അറിയാൻ തീർത്ഥാടകർ ഡിജിറ്റൽ സംവിധാനങ്ങൾ ഉപയോഗിക്കണമെന്നും അധികൃതർ ഓർമ്മിപ്പിച്ചു. വിഷൻ 2030ന്റെ ലക്ഷ്യങ്ങൾക്കനുസൃതമായി തീർത്ഥാടകർക്ക് ഏറ്റവും സുരക്ഷിതവും ആധുനികവുമായ സൗകര്യം ഉറപ്പാക്കുകയാണ് ഈ നടപടികളിലൂടെ സൗദി ലക്ഷ്യമിടുന്നത്. 24 ജിദ്ദ. നോമ്പുകാലത്തിനപ്പുറം ഇനി പെരുന്നാൾ വരികയാണ്. നാട്ടിലേക്ക് എത്താൻ ഒരുപാട് പ്രവാസികൾ കാത്തിരിക്കുന്ന സമയം കൂടിയാണ്. അപ്പോഴാണ് ഖത്തർ എയർവേസിന്റെ ഭാഗത്തു നിന്ന് ഇന്ത്യയിലേക്ക് ഉൾപ്പെടെയുള്ള സർവീസുകൾ തുടരുമെന്നൊരു അറിയിപ്പ് വരുന്നു. ഇന്ന് കൊച്ചി, ഡൽഹി, മുംബൈ എന്നിവിടങ്ങളിലേക്ക് സർവീസ് ഉണ്ടാകും. ഡൽഹിയിൽ നിന്ന് ദോഹയിലേക്കും സർവീസ് നടത്തും. അപ്പോൾ നാളെ ഡൽഹിയിൽ നിന്ന് തിരിച്ചും സർവീസ് ഉണ്ടാകും. മറ്റന്നാൾ മുംബൈയിൽ നിന്ന് ഡൽഹിയിൽ നിന്നും ദോഹയിലേക്ക് വിമാനമുണ്ടാകും. അപ്പോൾ നാട്ടിലേക്ക് വരാനിരിക്കുന്ന പ്രവാസികൾക്ക്, ഖത്തറിൽ നിന്ന് വരാനിരിക്കുന്ന ആളുകൾക്കും ഖത്തർ എയർവേസ് ആശ്രയിക്കുന്നവർക്കുമൊക്കെ ഒരു ആശ്വാസകരമായ വാർത്തയാണ്. സർവീസുകൾ കൂട്ടുമെന്ന് ഖത്തർ കഴിഞ്ഞ ദിവസം തന്നെ അറിയിച്ചിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ കൂടുതൽ സർവീസുകൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഖത്തറിൽ ജനജീവിതം സാധാരണ നിലയിലേക്ക് മടങ്ങിയതോടെ മാളുകളും മാർക്കറ്റുകളും സന്ദർശിക്കുന്നവർക്ക് ആഭ്യന്തര മന്ത്രാലയം സുരക്ഷാ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ദേശീയ മുന്നറിയിപ്പ് സംവിധാനത്തിലൂടെ ലഭിക്കുന്ന അലർട്ട് സന്ദേശങ്ങളെ ഗൌരവത്തോടെ കാണണമെന്നും അധികൃതരുടെ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണമെന്നും മന്ത്രാലയം ഓർമ്മിപ്പിച്ചു. ഇറാനിൽ നിന്നുള്ള മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളെ വിജയകരമായി പ്രതിരോധിക്കുന്ന സാഹചര്യത്തിൽ ഖത്തറിലെ ജനജീവിതം സാധാരണ നിലയിലേക്ക് മടങ്ങിയെങ്കിലും പൊതുജനങ്ങൾ ജാഗ്രത കൈവിടരുതെന്ന മുന്നറിയിപ്പാണ് ആഭ്യന്തര മന്ത്രാലയം നൽകുന്നത്. പൊതുസുരക്ഷ ഉറപ്പാക്കാൻ സുരക്ഷാ ഉദ്യോഗസ്ഥരുമായി സഹകരിക്കണമെന്ന് ആവർത്തിച്ച് ഓർമ്മിപ്പിക്കുന്ന മന്ത്രാലയം മാളുകളും പൊതുവിപണികളും സന്ദർശിക്കുമ്പോൾ പാലിക്കേണ്ട സുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾ ജാഗ്രത കൈവിടാതെ കൃത്യമായി പാലിക്കണമെന്ന് മുന്നറിയിപ്പ് നൽകി. അലേർട്ട് സന്ദേശങ്ങൾ ലഭിക്കുകയോ സ്ഫോടന ശബ്ദം കേൾക്കുകയോ ചെയ്താൽ പുറത്ത്
പുറത്തേക്ക് പോകാതെ കെട്ടിടത്തിനുള്ളിൽ തന്നെ ശാന്തമായി തുടരണമെന്നും അപകടം മാറിയതായി അധികൃതർ അറിയിക്കുന്നതുവരെ കാത്തിരിക്കണമെന്നും മന്ത്രാലയം ആവശ്യപ്പെട്ടു. തുറന്ന പ്രദേശങ്ങളിൽ നിൽക്കുന്നതൊഴിവാക്കി സമീപത്തെ സുരക്ഷിതമായ കെട്ടിടങ്ങളിലേക്ക് ഉടൻ മാറണമെന്നും ജനാലകൾ, ഗ്ലാസ് മതിലുകൾ തുടങ്ങിയ അപകട സാധ്യതയുള്ള ഭാഗങ്ങളിൽ നിന്ന് അകന്നു നിൽക്കണമെന്നും നിർദ്ദേശങ്ങളിൽ പറയുന്നു. മോളുകളിലും മാർക്കറ്റുകളിലും എത്തുന്നവർ അടിയന്തര ഘട്ടങ്ങളിൽ പുറത്തു പോകാനുള്ള വഴികളും എമർജൻസി എക്സിറ്റുകളും മുൻകൂട്ടി മനസ്സിലാക്കിയിരിക്കണം. അടിയന്തര ഒഴിപ്പിക്കൽ ആവശ്യമായാൽ ലിഫ്റ്റുകൾ ഒഴിവാക്കി ചവിട്ടുപടികൾ ഉപയോഗിക്കണം. അപകട സാഹചര്യങ്ങളിൽ തിരക്കുണ്ടാക്കാതെ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറണമെന്നും സംശയാസ്പദമായ വസ്തുക്കൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ സുരക്ഷാ ഉദ്യോഗസ്ഥരെ വിവരമറിയിക്കണമെന്നും മന്ത്രാലയം ആവശ്യപ്പെട്ടു. അപരിചിതമായ വസ്തുക്കളോ അവശിഷ്ടങ്ങളോ കണ്ടാൽ അവയെ സമീപിക്കുകയോ സ്പർശിക്കുകയോ ചെയ്യരുത്. സംഭവങ്ങളുടെയും സുരക്ഷാ നടപടികളുടെയും ചിത്രങ്ങൾ പകർത്തുന്നത് ഒഴിവാക്കണമെന്നും മന്ത്രാലയം നിർദ്ദേശിച്ചു. ഇത്തരം സുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുന്നത് സന്ദർശകരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും അടിയന്തര സാഹചര്യങ്ങൾ കാര്യക്ഷമമായി കൈകാര്യം ചെയ്യുന്നതിനും സഹായകരമാകുമെന്ന് ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി. അതേസമയം ഇന്ന് ഉച്ചയോടെ ഖത്തറിന് നേരെ 5 ബലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ച് നടത്തിയ ആക്രമണ ശ്രമം വിജയകരമായി പ്രതിരോധിച്ചതായും മന്ത്രാലയം അറിയിച്ചു. അൻവർ പാലേരി, 24 ദോഹ. കഴിഞ്ഞ ദിവസം വന്ന സങ്കടകരമായ ഒരു വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. ഓൺലൈൻ ലോൺ ആപ്പിന്റെ ഭീഷണിയെ തുടർന്ന് യുവാവിൻ ആത്മഹത്യ ചെയ്തു എന്ന ആരോപണത്തിൽ വിശദമായ അന്വേഷണം വേണമെന്ന് മരിച്ച ആനന്ദിന്റെ കുടുംബം ആവശ്യപ്പെട്ടു. ഓൺലൈൻ ആപ്ലിക്കേഷൻ വഴി ലോൺ അപേക്ഷിച്ചതല്ലാതെ തുക ലഭിച്ചിട്ടില്ല എന്നാണ് കുടുംബം പറയുന്നത്. എടുക്കാത്ത ലോണിന്റെ പേരിൽ ആയിരുന്നു മകൻ ഭീഷണി നേരിട്ടത് എന്നും കുടുംബം ആരോപിക്കുന്നു. പരാതിയിൽ ആര്യനാട് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ജിബിൻ ജേബി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. ജിബിൻ, ഇന്നലെയാണ് 21 വയസ്സുകാരനായ യുവാവ് 21,000 രൂപ തിരിച്ചടവ് മുടങ്ങിയതിൻ്റെ പേരിൽ അത്ര നീചമായ അപമാനം നേരിട്ട് ആത്മഹത്യ ചെയ്യുന്നത്. കുടുംബം കടുത്ത ആരോപണങ്ങൾ ഉന്നയിച്ചതാണ്. ഇനി കഴുത്തറ്റം കടം കയറിയാലും ഇത്തരത്തിലുള്ള ഈ കൊലയാളി ആപ്പുകൾ ഉപയോഗിക്കരുതെന്ന മുന്നറിയിപ്പ് ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്. എന്താണ് ഈ കേസിൽ സംഭവിക്കുന്നത്? വിയറ്റ്നാം ബേസ് ചെയ്തിട്ടുള്ള ചില കമ്പനികൾ, ആളുകളാണ് ഇതിന് പിന്നിലെന്ന് ഇന്നലെ ചില സൂചനകൾ പോലീസ് നൽകുന്നുണ്ടായിരുന്നല്ലോ. ആ കാര്യത്തിൽ അന്വേഷണം, ഈ ആപ്പിന് പിന്നിലുള്ള ആ കറുത്ത കരങ്ങൾ, അവിടേക്ക് എത്തിയിട്ടുണ്ടോ അന്വേഷണം? ഗോകുലൻ പ്രവിധ, ഇക്കാര്യത്തിൽ പ്രധാന വെല്ലുവിളി എന്ന് പറയുന്നത് സമാന കേസുകളിലൊന്നും തന്നെ പ്രതികളിലേക്ക് പോലീസിന് ഇതുവരെ എത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് പ്രധാനമായി എടുത്തു പറയേണ്ടത്. അതേ കാര്യം തന്നെയാണ് ഇവിടെയും. കാരണം ഈ ആനന്ദ്, 21 വയസ്സുകാരനായ ആനന്ദ് എന്ന് പറയുന്ന യുവാവ് നിലവിൽ ലോൺ എടുത്തിട്ടില്ല എന്നുള്ളതാണ് കുടുംബം പറയുന്നത്. കാരണം ആനന്ദിന് ഒരു 19,000 രൂപ ആവശ്യമുണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട ഈ ഓൺലൈൻ ലോൺ ആപ്ലിക്കേഷനിൽ കയറി ലോണിന് വേണ്ടി അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ പണം ഇതുവരെ ആനന്ദിന്റെ അക്കൗണ്ടിൽ ലഭിച്ചിരുന്നില്ല. പക്ഷേ ഈ ലോണിന് വേണ്ടി അപ്ലൈ ചെയ്തതിന് തൊട്ട് പിന്നാലെ തന്നെ പണം തിരികെ ആവശ്യപ്പെട്ടുകൊണ്ട് സന്ദേശങ്ങൾ, അത് പല നമ്പറുകളിൽ നിന്നാണ് ഭീഷണി സന്ദേശങ്ങൾ ആനന്ദിന് എത്തിയിരുന്നത്. ഓരോ നമ്പർ ബ്ലോക്ക് ചെയ്യുമ്പോഴും മറ്റേ തൊട്ടടുത്തുള്ള നമ്പറിൽ, കഴിഞ്ഞ ദിവസം നമ്മൾ പുറത്തുവിട്ട ആ ചാറ്റിൽ നിന്ന് തന്നെ വ്യക്തമാണ്. അതായത് കൃത്യമായി തന്നെ ഭീഷണി സന്ദേശം മുഴക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മലയാളികളാണ് എന്നുള്ള ഒരു കാര്യം കൂടി നമുക്ക് ഉറപ്പിച്ചു പറയാൻ സാധിക്കും. കാരണം ഒരു നമ്പർ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ 1000 നമ്പർ തന്നെ ഇനിയുമുണ്ട്, അതിൽ നിന്ന് നിന്നെയും നിന്റെ കൂട്ടുകാരെ ശല്യം ചെയ്യും, ഈ മോർഫ് ചെയ്ത ചിത്രങ്ങൾ അവർക്കും അയച്ചു കൊടുക്കും എന്നുള്ളതായിരുന്നു ഈ സന്ദേശങ്ങളിൽ നിന്നുള്ള ഭീഷണി. പക്ഷേ ഇതിൽ പ്രധാന വെല്ലുവിളി എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വിയറ്റ്നാമും രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് അവിടെയാണ് ഇതിന്റെയൊക്കെ തന്നെ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നത്. അവിടേക്ക് ഇതുവരെയും തന്നെ അന്വേഷണ സംഘത്തിന് എത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ 2023-24 കാലഘട്ടത്തിൽ സമാന രീതിയിൽ നമുക്ക് പെരുമ്പാവൂർ സ്വദേശിയായിട്ടുള്ള ആരതിയുടെ മരണവുമായൊക്കെ ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള അന്വേഷണമൊക്കെ പ്രഖ്യാപിച്ചാണ്. ഇതിന് തൊട്ടു പിന്നാലെ തന്നെ രാജ്യത്തെമ്പാടും രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ ഇത്തരത്തിലുള്ള മരണങ്ങൾ ഉണ്ടായി. തൊട്ടു പിന്നാലെയാണ് കേന്ദ്ര സർക്കാരിന്റെ, അതായത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നിബന്ധനകൾ പാലിക്കാത്ത ഓൺലൈൻ ലോൺ ആപ്ലിക്കേഷനുകളിലെല്ലാം തന്നെ സമ്പൂർണ്ണമായ ഒരു വിലക്ക് കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയത്. പക്ഷേ ഇപ്പോൾ ഏകദേശം ഒരു 2 വർഷം മാത്രമേ പിന്നിട്ടിട്ടുള്ളൂ. തൊട്ടു പിന്നാലെ തന്നെ ഇപ്പോൾ അന്ന് ഏതൊക്കെ ആപ്പുകളാണോ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നിന്ന് നീക്കം ചെയ്തത്, ഈ ആപ്പുകളെല്ലാം തന്നെ പുതിയ പേരിലും പുതിയ രൂപത്തിലും ഈ സോഷ്യൽ മീഡിയയിലേക്ക്, പ്ലാറ്റ്ഫോമുകളിലേക്ക്, പ്രത്യേകിച്ച് ടെലിഗ്രാം പോലെയുള്ള ആപ്ലിക്കേഷൻസ് വഴിയാണ് ഇതിൻ്റെയൊക്കെ ലിങ്ക് പ്രചരിക്കുന്നത്. ഇതുവഴിയൊക്കെ തന്നെ വീണ്ടും ഈ ആപ്ലിക്കേഷൻസ് എത്തി തുടങ്ങി എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ച് വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് കടന്നിരിക്കുകയാണ് ആര്യനാട് പോലീസ്. ആര്യനാട് പോലീസിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ നമ്പറുകളൊന്നും തന്നെ, അതായത് ഭീഷണി സന്ദേശങ്ങൾ, മോർഫ് ചെയ്ത ചിത്രങ്ങൾ, ഇതൊക്കെ എത്തിയ ഈ ഫോൺ നമ്പറുകളൊക്കെ ട്രേസ് ചെയ്ത് ചെല്ലുമ്പോൾ അത് ഈ നേരത്തെ പറയുന്നതുപോലെ വിയറ്റ്നാം ബേസ് ചെയ്തിട്ടുള്ള നമ്പറുകൾ, അല്ലെങ്കിൽ ഇന്ത്യയുമായി ബന്ധപ്പെട്ട, ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള നമ്പറുകളൊക്കെയാണ്. പക്ഷേ ഇതിൻ്റെ ഒന്നും തന്നെ ഉറവിടം, അല്ലെങ്കിൽ ഇതിൻ്റെ ഒന്നും തന്നെ യഥാർത്ഥ
യഥാർത്ഥ ഉപഭോക്താക്കളല്ല ഇതൊന്നും തന്നെ ഇപ്പോൾ നിലവിൽ ഉപയോഗിക്കുന്നത് എന്നുള്ള ഒരു കാര്യമാണ് വ്യക്തമാകുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ചൊരു വിശദമായ അന്വേഷണം സംസ്ഥാന പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇപ്പോൾ നിലവിൽ ലഭിക്കുന്ന വിവരം. ഗോകുൽ. ജിബിൻ, അതോടൊപ്പം തന്നെ ഇതിൽ പ്രധാനമായും ഉന്നയിക്കപ്പെടുന്ന ഒരു ആരോപണം ഈ യുവാവിന്റെ നഗ്നചിത്രങ്ങൾ ഉൾപ്പെടെ ഈ ബന്ധുക്കൾക്ക് അയച്ചു നൽകി എന്നുള്ളതാണ്. ഇതേക്കുറിച്ച് എന്തൊക്കെ കാര്യങ്ങളാണ് ബന്ധുക്കൾ പങ്കുവയ്ക്കുന്നത്? ഈ ലോൺ ആപ്പ് ഏതാണെന്ന് കൃത്യമായി ഇവർ പോലീസിനെ അറിയിച്ചിട്ടുണ്ടോ? ഇതിൽ സമഗ്രമായ ഒരു അന്വേഷണം ആവശ്യപ്പെടുമ്പോഴും എന്തൊക്കെ കാര്യങ്ങൾ ഇവർ പുറത്തുവിടുന്നുണ്ട്? പ്രവിത, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് ഈ യുവാവ് ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന് സമീപത്താണ് വിഷം കഴിച്ച് അവിടെ അവശനായി നിലക്കിടന്ന് പിന്നീട് ആശുപത്രിയിലേക്ക് എത്തുന്നു, ബന്ധുക്കൾ എത്തുന്നു. പക്ഷേ ഈ ആശുപത്രിയിൽ എത്തിയ ശേഷമാണ് ബന്ധുക്കളിൽ പലർക്കും ഇത്തരത്തിൽ ഈ ആനന്ദിന്റെ മോർഫ് ചെയ്ത ചിത്രങ്ങൾ ഇവരുടെ ഓരോരുത്തരുടെ മൊബൈലിലേക്ക്, പ്രത്യേകിച്ച് ആനന്ദിന്റെ പിതാവിന്റെയും അടുത്ത ബന്ധുക്കളുടെ മൊബൈലിലേക്കൊക്കെ ഇത്തരത്തിലുള്ള ചിത്രങ്ങൾ എത്തുന്നത്. തുടർന്നാണ് ഇവർ ഈ ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിൽ കഴിയുന്ന ആനന്ദിന്റെ മൊബൈൽ ഫോൺ എടുത്ത് പരിശോധിക്കുന്നത്. പരിശോധിച്ച സമയത്താണ് ആനന്ദിന് പല ഫോൺ നമ്പറുകളിൽ നിന്നും ഇത്തരത്തിൽ ഈ ഭീഷണിപ്പെടുത്തുന്ന സന്ദേശങ്ങൾ എത്തിയതായി അറിയുന്നത്. തുടർന്ന് നടത്തിയ പരിശോധനയിൽ സുഹൃത്തുക്കൾക്കും അടുത്ത ബന്ധുക്കൾക്കും ഒക്കെ തന്നെ സമാന രീതിയിലുള്ള ചിത്രങ്ങളും സന്ദേശങ്ങളും എത്തിയതായി കണ്ടെത്തി. പക്ഷേ ഇത് ഏത് ലോൺ ആപ്ലിക്കേഷനിൽ നിന്നാണ് എന്നുള്ള ഒരു കാര്യം വ്യക്തമല്ല. കാരണം ആനന്ദ് ഇത് ഓൺലൈനായിട്ട്, അതായത് ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാതെ ഓൺലൈനായിട്ടാണ് ഇത്തരത്തിൽ ഒരു ലോണിന് അപ്ലൈ ചെയ്തതെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ അതുകൊണ്ട് തന്നെ ഇത് ഏത് ലോൺ ആപ്ലിക്കേഷൻ ആണ് എന്നുള്ള ഒരു കാര്യത്തിൽ വ്യക്തതയില്ല. പക്ഷേ ഈ കുടുംബം പുറത്തുവിട്ട കുറച്ച് സ്ക്രീൻഷോട്ടുകളുണ്ട്. അതിൽ തന്നെ ഈ ലോൺ ആപ്ലിക്കേഷന്റെ പേര്, അതായത് ഏത് ആപ്പാണ് എന്നുള്ള ഒരു കാര്യത്തിൽ വ്യക്തതയില്ല. പക്ഷേ അതിൽ ഈ പറഞ്ഞിരിക്കുന്നത് 19,000 രൂപ ആനന്ദിന്റെ അക്കൗണ്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ 19,000 രൂപ പലിശയും ചേർത്ത് 21,000 രൂപയായി എത്രയും വേഗം തിരിച്ചടയ്ക്കണമെന്നുള്ള സന്ദേശങ്ങൾ മാത്രം, അതായത് വാട്സപ്പ് സന്ദേശങ്ങൾ മാത്രമാണ് ഈ ഫോണിലേക്ക് എത്തിയിട്ടുള്ളത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ഒരു ആപ്പിന്റെ വിവരങ്ങൾ അല്ലെങ്കിൽ ഒരു ആപ്പിന്റെ കൃത്യമായ പേരോ വിവരങ്ങളോ ഒന്നും തന്നെ ലഭ്യമായിട്ടില്ല. അത് തന്നെയാണ് പോലീസിനും ആശയക്കുഴപ്പം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ച് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആനന്ദിന് നിരന്തരമായി എത്തിയിരുന്ന ഭീഷണി സന്ദേശങ്ങൾ, ആനന്ദിന്റെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും എത്തിയിരുന്ന സന്ദേശങ്ങൾ, അവ വന്നിരുന്ന നമ്പറുകൾ കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണത്തിലേക്കാണ് ഇപ്പോൾ പോലീസ് കടന്നിട്ടുള്ളത്. ശരി ജിബിൻ, ഏതായാലും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്ന ഈ വിവരങ്ങൾ വെച്ചാണെങ്കിൽ അങ്ങനെ ഒരു ആപ്പ് ഇൻസ്റ്റാൾ പോലും ചെയ്തിട്ടില്ല. ഓൺലൈനിൽ തന്നെ ഒരു ലോണിനുള്ള സാധ്യതകളോ അല്ലെങ്കിൽ അതിനുള്ള അപേക്ഷ കൊടുത്തതേ ഉള്ളൂ. അപ്പോൾ തന്നെ സകല വിവരങ്ങളും അവർ ഊറ്റിക്കൊണ്ടു പോകുന്നു. അത് വെച്ച് പിന്നീട് ഭീഷണിപ്പെടുത്തുന്നു. പഴയ ബ്ലേഡ് മാഫിയയുടെ പുതിയ സോഫിസ്റ്റിക്കേറ്റഡ് ഡിജിറ്റൽ രൂപമാണ് ഈ ലോൺ ആപ്പുകൾ. അറ്റ കൈക്ക് പോലും ആരും ഇത്തരത്തിലുള്ള ആപ്പ് പലതവണ ഇതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടുകൾ നമ്മൾ തന്നെ സംപ്രേഷണം ചെയ്തിട്ടുണ്ട്. പലതവണ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും എല്ലാം അറിയിച്ചിട്ടുള്ളത് പ്രേക്ഷകർ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത്തരത്തിലുള്ള ലോൺ ആപ്പിന്റെ കെണിയിൽ വീഴാതിരിക്കുക എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഖത്തർ എയർവേസ് ഇന്ത്യയിലേക്ക് ഉൾപ്പെടെയുള്ള സർവീസുകൾ തുടരും. ഇന്ന് കൊച്ചി, ഡൽഹി, മുംബൈ എന്നിവിടങ്ങളിലേക്ക് സർവീസ് ഉണ്ടാകും. ഡൽഹിയിൽ നിന്ന് ദോഹയിലേക്കും സർവീസ് നടത്തും. മുഹമ്മദ് റഹീസ് യു എയിൽ നിന്ന് ചേരുന്നുണ്ട്. റഹീസ്, നമ്മൾ മുമ്പ് സൂചിപ്പിച്ചിരുന്നു പെരുന്നാൾ കാലത്ത് ആശ്വാസകരമാണ് ഈ സംഘർഷ പശ്ചാത്തലത്തിലും ഇത്തരം സർവീസുകൾ. എങ്ങനെയൊക്കെയാണ് സർവീസുകളുടെ ക്രമീകരണം? ഗോകുൽ, ഈ പെരുന്നാൾ കാലത്ത് വളരെ ആശ്വാസകരമായിട്ടുള്ള ഒരു വിവരം തന്നെയാണിത്. ഇത്തരത്തിൽ സർവീസുകൾ ഉണ്ടാകുന്നു. പ്രത്യേകിച്ച് ഈ പ്രതിസന്ധി ഘട്ടത്തിൽ കൂടി ഇത്തരത്തിൽ സംഘർഷങ്ങളുടെ സാഹചര്യത്തിലൊക്കെയും കുടുങ്ങിക്കിടക്കുന്നവർക്ക് നാട്ടിലേക്ക് എത്താൻ വേണ്ടിയിട്ട്, പ്രത്യേകിച്ച് ഇന്ത്യ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഖത്തറിൽ നിന്ന് സർവീസ് ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു. കാരണം നമ്മളോടടക്കം ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിച്ചത് ഖത്തറിൽ നിന്നും വിമാന സർവീസുകൾ എപ്പോൾ ഉണ്ടാകും എന്നുള്ളതാണ്. അതിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള ചില ദിവസങ്ങളാണ് ഈ കടന്നു പോകുന്നത്. കാരണം ഇന്നലെ സർവീസുകൾ ഉണ്ടായിരുന്നു. കൊച്ചിയിലേക്കും മുംബൈയിലേക്കും ഡൽഹിയിലേക്കും ഉൾപ്പെടെയുള്ള സർവീസുകൾ ഇന്നലെ ഉണ്ടായിരുന്നു. ഇന്നും കൊച്ചിയിലേക്കും ഡൽഹിയിലേക്കും മുംബൈയിലേക്കും സർവീസുകൾ ഉണ്ടാകും. ഒപ്പം തന്നെ ഡൽഹിയിൽ നിന്ന് ദോഹയിലേക്കും ഇന്ന് തിരിച്ചു ഒരു സർവീസ് ഉണ്ടാകും. അതായത് ഈ നാട്ടിൽ ഇങ്ങോട്ട് വരാൻ കഴിയാതെ ജോലിക്ക് കയറാനൊക്കെയും ഉള്ള സമയം കഴിഞ്ഞിട്ട് അവധി നീട്ടിയെടുത്തു നിൽക്കുന്നവരൊക്കെയും ഉണ്ട്. അപ്പോൾ അത്തരക്കാർക്കൊക്കെയും തിരികെ എത്താൻ ഈ രാജ്യങ്ങളൊക്കെ തന്നെയും ഈ വിസ കാലാവധിയിലുള്ള ഇളവ്, ഒപ്പം തന്നെ ജോബ് പെർമിറ്റിൽ ഇളവ്, അങ്ങനെ പലതരത്തിൽ ഇളവുകൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയും മുതലെടുത്തുകൊണ്ട് അല്ലെങ്കിൽ അത് മുതലാക്കാനൊക്കെ പറ്റുന്ന തരത്തിൽ ഈ നാട്ടിൽ നിന്ന് തിരിച്ചു വരാനും സർവീസ് ഉണ്ടാകും. അതോടൊപ്പം തന്നെ നാളെയും മറ്റന്നാളും ഒക്കെ സമാന തരത്തിൽ സർവീസുകൾ ഉണ്ടാകും. ഗോകുൽ, പ്രവിധ. ശരി, മുഹമ്മദ് റഹീസാണ് യു എയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഗൂഗിൾ നമ്മൾ അല്പസമയം മുൻപ് ഈ പാചകവാതക പ്രതിസന്ധിയുമായിട്ടുള്ള റിപ്പോർട്ടുകളൊക്കെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരുന്നു. ഇപ്പോൾ അതിൽ നിന്നും വ്യത്യസ്തമായി എന്നാൽ ആശങ്കയുണർത്തുന്ന കൗതുകകരമായ ഒരു വാർത്തയിലേക്കാണ് നമ്മളിനി പോകുന്നത്. ആലപ്പുഴ പുന്നപ്രയിൽ ഗ്യാസ് സിലിണ്ടറിൽ പച്ചവെള്ളം എന്ന് പരാതി. 3 ദിവസം മുൻപാണ് ഫുഡ് പ്രോഡക്റ്റ് സ്ഥാപനത്തിലേക്ക് ഗ്യാസ് സിലിണ്ടർ വാങ്ങിയത്. സംഭവവുമായി ബന്ധമില്ല എന്നാണ് ഗ്യാസ് ഏജൻസിയുടെ വിശദീകരണം. കഴിഞ്ഞ ദിവസം വന്ന ഗ്യാസായിരുന്നു. അത് ഇന്നലെ നമ്മൾ ഫിറ്റ് ചെയ്ത ഉടനെ തന്നെ പെട്ടെന്ന് ഗ്യാസ് നിന്നുപോയി. അങ്ങനെ പരിശോധിച്ച് മാറ്റി വെച്ചപ്പോൾ ഗ്യാസിനകത്ത് വെള്ളം ഉള്ളതുപോലെ ഒരു കുലുക്കം, വെള്ളത്തിൻ്റെ ചലനം കേൾക്കുമ്പോൾ നമുക്കറിയാമല്ലോ. അങ്ങനെ നമ്മൾ
ടെസ്റ്റർ വെച്ച് കുത്തി നോക്കുമ്പോൾ അകത്തുനിന്ന് വെള്ളമാണ് വരുന്നത്. അപ്പോൾ ആകെ നമ്മൾക്ക് ഈ കുറ്റിയിൽ നിന്ന് ആകെ 38 കിലോ ആണ് ആ വെയിറ്റെങ്കിലും 19 കിലോ ആ സിലിണ്ടറിൻ്റെ ഭാരമാണ്. ബാക്കി 19 കിലോ ഗ്യാസാണ് നമുക്ക് ഉപയോഗിക്കാൻ കിട്ടേണ്ടത്. നമുക്ക് 9 കിലോ കിട്ടിയിട്ടുണ്ട്. ബാക്കി 10 കിലോ വെള്ളമാണ് ഉള്ളത്. ഇവിടെ കൊണ്ടുവന്ന് നടക്കുന്ന ഏജൻസിയുടെ ആൾക്കാർ വന്നപ്പോൾ അവർ കൈമലർത്തിയാണ്, അവർക്കൊന്നും അറിയില്ല എന്നാണ് പറയുന്നത്. അശ്വിൻ പാലാഴിയുണ്ട് ആലപ്പുഴയിൽ നിന്ന്. അശ്വിൻ, ഈ പുര കത്തുമ്പോൾ വാഴ വെട്ടുക എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അതുപോലെ ഈ യുദ്ധകാലത്ത് ഗ്യാസിൽ വെള്ളം നിറയ്ക്കുന്നത് ആരാണ്? അശ്വിൻ പാലാഴിയുടെ ടെലിഫോൺ ലൈനിൽ ചെറിയ പ്രശ്നങ്ങളുണ്ട്. ഏതായാലും ഈ ഗ്യാസ് സിലിണ്ടറുമായി ബന്ധപ്പെട്ട് പാചകവാതക വിതരണവുമായി ബന്ധപ്പെട്ട ആശങ്കകളും അതിൻ്റെ പ്രതിസന്ധിയും ഒക്കെ തുടരുമ്പോഴാണ് ഈ ഗ്യാസ് സിലിണ്ടറിനകത്തിൽ വെള്ളം നിറച്ച് വിറ്റു എന്നൊരു ആരോപണം ഉയരുന്നത്. ഏതായാലും അതിൽ പരാതി ഉന്നയിച്ചിരിക്കുന്നത് ആലപ്പുഴയിലെ ഫുഡ് പ്രോഡക്ട്സ് കമ്പനിയാണ്, ആ സ്ഥാപനമാണ്. 19 കിലോ ഗ്യാസ് സിലിണ്ടറിനകത്തിൽ 10 കിലോ വെള്ളം ഉണ്ടായിരുന്നു എന്നാണ് അവരുടെ ആരോപണം. ഏതായാലും പരിശോധനകൾ നടക്കട്ടെ. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു വല്ലാത്ത കൊള്ളയാണ്. ഈ വല്ലാത്ത കാലത്ത് ഇങ്ങനെയുള്ള പണികൾ ചെയ്യാതിരിക്കുക. ഇതോടെ ന്യൂസ് ബ്രേക്സിന്റെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്.